ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Glory to God, glory to God. അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the holy and mighty name of God be glorified this night. വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ ദൈവസഭയ്ക്കും ദൈവദാസനും വന്ദനം. In the beautiful and the sweet name of the second coming of Lord Jesus Christ, I welcome the church and the man of God. പാസ്റ്റർ ഡോക്ടർ കോശി അറിയിച്ചതുപോലെ ഞങ്ങൾക്ക് വളരെ അധികം ആത്മീയമായ ബന്ധമുള്ള ഒരു കുടുംബമാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. Just like Pastor Dr. Koshia told in the onset, this family is a great blessing and we have a very close relationship. വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മാവിൽ കൈകോർത്ത് കർത്താവിന്റെ ഹിതം വെളിപ്പെടുവാൻ തക്കവണ്ണമുള്ള ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സമർപ്പിപ്പാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവ് നൽകിയ കഴിഞ്ഞ നാളുകളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. In many areas, many situations, we were able to pray together and seek the will of God and promise of God and proceed forward, and I still remember and cherish those memories. കർത്താവ് ഈ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. Let God bless this family abundantly in the coming days. ആമേൻ. അതുപോലെ ഇന്ന് ഈ രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാർക്ക് പ്രത്യേക വന്ദനം. I also welcome all the men of God and the preachers also who have joined this meeting this night. എല്ലാ ദൈവജനത്തിനും വന്ദനം. And I welcome all the children of God also who have joined this meeting. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരാം. പരിശുദ്ധാത്മാവ് നമ്മളോട് കൃത്യമായിട്ട് സംസാരിക്കുമാറാകട്ടെ. In this night, let us come more close to God and let the Holy Spirit minister to us this night. ആര് ശുശ്രൂഷിക്കുന്നു എന്നതിലുപരിയായി ഏതൊരു ആത്മാവിൽ ഇത് പുറപ്പെടുന്നു എന്ന് ഓർത്ത് അവന്റെ നാമത്തിന് തക്ക മഹത്വം കയറ്റുവാനായിട്ട് പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. More than who is ministering this night, but let the mighty name of God be glorified and the Spirit of God minister to us this night and help us to listen to the word. ഉന്നതമായ ദൈവത്തിന്റെ ആലോചനയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവസഭയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. The God was ministering to the church also through his promises and through his word through different people. ഹല്ലേലൂയ. രക്തത്താൽ ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അന്വേഷിപ്പാൻ വന്നിരിക്കുന്നു? This night what God is asking you is what you are coming to seek in his presence. യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചില സഹോദരങ്ങൾ തന്നെ പിൻപറ്റുന്നത് കണ്ടിട്ട് കർത്താവ് തിരിഞ്ഞ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? So when the initial ministry of Jesus started on this earth and Jesus, many people behind him were coming and asking him, what do you seek from me? ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? This night Jesus is asking you, what do you seek from me? നിങ്ങൾ ദൈവരാജ്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം കേൾക്കുവാനായിട്ട് ഇടയാകും. If you are longing and seeking for the kingdom of God, then you would be able to hear the voice of God more clearly this night. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അത് ദൈവത്തിന്റെ വചനമാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന അളവിൽ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാനായിട്ടുള്ള വാഞ്ചയോടുകൂടെ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. When you hear the voice of God, you need to accept that it is the word of God in your life, and with a great longing, you need to seek that word into your heart. ദൈവത്തോട് കൂടിയ ഒരു യാത്രയാണ് നമ്മുടെ ഈ ജീവിതം. Our journey on this earth is a spiritual journey. ഈ യാത്രയിൽ വാസ്തവമായി നാം ദൈവ ശബ്ദം കേൾക്കണം. In this journey of our life on this earth, we need to hear the voice of God. കാരണം ഈ വിളി സ്വർഗീയമാണ്. Because this calling is heavenly. സ്വർഗീയമായതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലും ദൈവം നമ്മളെല്ലാവരും വിളിക്കുവാനായിട്ടിടയായി. Yes, to lead us on to the heavenly life, the voice from the heaven is calling us. ഈ സ്വർഗീയമായ വിളി ഇല്ലാത്ത ആരും ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല. Without this heavenly calling or this heavenly voice, nobody is attending this meeting this night. ഒരുപക്ഷെ ചിലർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഒരു സ്വർഗീയമായ വിളി നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. Although some of us are not able to clearly understand what it is, there is a hidden heavenly voice behind your calling. മത്തായി സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ Gospel of Matthew chapter 13 verse 14, if you read, നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ല താനും, കണ്ണാൽ കാണും ദർശിക്കയില്ല താനും. By hearing you shall hear and shall not understand, and seeing you shall see and shall not perceive. ഹല്ലേലൂയ. കണ്ണാൽ കാണും ദർശിക്കയില്ല, ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ല.
You will see, but you will not perceive. You will hear, and you shall not understand. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ യേശുവിനെ ധാരാളം ആൾക്കാർ കണ്ടു. When Jesus was on this earth and doing the ministry, many people saw Jesus. ഹല്ലേലൂയ. പക്ഷേ അവനെ ദൈവപുത്രനായിട്ട് അവർക്ക് ദർശിപ്പാൻ കഴിഞ്ഞില്ല. But they could not understand or accept him as the Son of God. അനേകം പേർ യേശുവിന്റെ വാമൊഴിയായി പുറപ്പെട്ട ശബ്ദം കേൾക്കുവാനിടയായി, പക്ഷേ അവനെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. Many people heard the voice that came out from the mouth of Jesus, but they could not understand him. രണ്ട് വഴിയിലൂടെ നമുക്ക് ഈ തിരുവെഴുത്തുകളെ ഗ്രഹിക്കാം. Through two ways we can try to understand this word of God. ഒന്ന്, നമ്മുടെ ജന്മസിദ്ധമായ ആദാമ്യ ജ്ഞാനം ഉപയോഗിച്ച് ഈ വചനം വായിച്ച് യേശുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. The first one is through the wisdom of Adam. By reading this, we can get to know the word of God. രണ്ടാമത്, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു നാം കാണും. In Gospel of Luke chapter 24 verse 45 it says that God opened their eyes so that they can comprehend the scriptures. ഈ വചനം എഴുതപ്പെട്ട ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ വചനത്തെ വായിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. The word of God which is written by people through the Holy Spirit, and trusting on to the Holy Spirit you will be able to understand what is written in the word of God. കർത്താവ് ആത്മാവാകയാൽ നാം കർത്താവിനെ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. Because God is spirit, we need to understand who God is. കർത്താവ് ആത്മാവാകയാൽ നാം അവനെ ദർശിക്കേണ്ടതായിട്ടുണ്ട്. Because God is spirit, we need to seek him. ഒരു ഉദാഹരണം പറഞ്ഞാൽ, if I tell an example, ജന്മസിദ്ധമായ നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ച് നമ്മളിപ്പോ അബ്രഹാമിന്റെ ചരിത്രം വായിക്കുകയാണെങ്കിൽ അബ്രഹാമിൽ നാം കാണുന്ന അനുഗ്രഹങ്ങൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹങ്ങളാണ് നാം കാണാൻ തുടങ്ങുന്നത്. With the born wisdom that we have, when we start reading and studying about the life of Abraham, we see that Abraham was blessed in many ways. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ സമകാലികരായ ആൾക്കാർ അബ്രഹാമിന്റെ അനുഗ്രഹം എவ்விதം കണ്ടുവോ അതുപോലെ ആ അനുഗ്രഹത്തെ ഈ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Just like the people near to Abraham witnessed how Abraham was blessed, when we read and study about the life of Abraham also, we see that he was blessed. അബ്രഹാമിൽ കണ്ട ആ അനുഗ്രഹം അവന്റെ വംശപരമ്പര മുഴുവനും കാണുകയും അനുഭവിക്കുകയും ചെയ്തു. The blessings that Abraham had was inherited throughout down the line the generations. പക്ഷേ അബ്രഹാമിൽ കണ്ട ഈ അനുഗ്രഹത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ആ ജനത്തിന് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. But the people could not understand the reason behind the blessings that Abraham received. ഈ അനുഗ്രഹത്തിന്റെ ഉറവിടം എവിടെന്ന് അറിയാതെ ആ വംശപരമ്പര അബ്രഹാമിൽ ദൃശ്യമായി കാണുന്ന അനുഗ്രഹങ്ങളെ അനുഭവിച്ചു വന്നു. They did not understand the source of blessings Abraham had, but they just saw that and experienced it and went by. അബ്രഹാമിൽ വെളിപ്പെട്ട അനുഗ്രഹത്തിന്റെ ഉറവിടം എന്താണെന്ന് ഈ ജനത്തിന് ബോധ്യമാക്കേണ്ടതിന് നീതിമാനായ ദൈവം മോശയിലൂടെ ആ പ്രമാണം അവർക്ക് എഴുതി കൊടുക്കുവാനായിട്ടിടയായി. The source of the blessings, to make clearly understand the people where the blessings came, God used Moses, and through Moses the law was introduced. എന്നാൽ ആ പ്രമാണം സ്വർഗീയമായ വ്യവസ്ഥയ്ക്ക് അധീനമാണ്. So that law had a great abiding and covenant with the heaven. ആ പ്രമാണം ലഭിച്ച ആൾക്കാർ പ്രമാണത്തിനുള്ളത് ആചാര അനുഷ്ഠാനങ്ങളാൽ കർമാദികളാൽ മാത്രം നടത്തി ഹൃദയം കൊണ്ട് അകന്നു നിന്നിട്ട് ഈ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അനുഗ്രഹത്തെ അവർ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. They started to follow it like a practice, and through sacrifices and many rules, they also started to inherit and experience the blessings only through that. എന്നാൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടുകൊണ്ട് ന്യായപ്രമാണത്തിലുള്ള അനുഗ്രഹം ആ ജനം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അക്ഷരം അവരെ കൊല്ലുവാൻ തുടങ്ങി. So when they started to experience the blessings that was there from the law, the word started to kill them. Oh, hallelujah, hallelujah. അക്ഷരം കൊല്ലുന്നു. Word kills. പ്രമാണലംഘകരായി തീർന്ന ആ ജനം വ്യവസ്ഥയെ തെറ്റിച്ചും ആ അബ്രഹാമിന്റെ അനുഗ്രഹം അനുഭവിച്ചു വന്നതുകൊണ്ട് ആ വചനം അവരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുവാൻ തുടങ്ങി. When they started to disobey the law and also try to inherit the blessings on one hand,
the word started to kill them one by one. അങ്ങനെ നീതിമാനായ ദൈവം ഒരു പുതിയ നിയമം തയ്യാറാക്കി. So then God created a new covenant and a new law. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കും. Then after this, I will bring the new covenant into their hearts. അതിന് പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവും ഞാൻ അവർക്ക് കൊടുക്കും. For that, a new spirit and a new mind is required. രക്തത്താൽ വാചനത്താൽ ചെയ്യും. പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെ നൽകപ്പെട്ട് ആ ആത്മീയ വ്യവസ്ഥയിലൂടെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. God pleased and God wanted to give them a new heart and a new spirit and a new soul and put in that covenant that God wanted to bring together. ന്യായപ്രമാണം കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അക്ഷരം അവരെ കൊല്ലും. As long as the law is in their hand, the word is killing them. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം ഈ വചനം വായിക്കുവാൻ തുടങ്ങുമ്പോൾ, My dear brothers and sisters, if with the help and guidance of the Holy Spirit, if you start to read the word of God, അബ്രഹാമിൽ ദൃശ്യമായി കാണുന്ന അനുഗ്രഹത്തിലല്ല ആ ചിന്ത കൊണ്ട് നിൽക്കുന്നത്. our mind doesn't stick on or focus on the blessings of Abraham only. പരിശുദ്ധാത്മാവിന്റെ കണ്ണാടിയിലൂടെ നാം ഈ അബ്രഹാമിന്റെ അനുഗ്രഹം വായിക്കുമ്പോൾ അബ്രഹാമിൽ നാം കാണുന്ന അനുഗ്രഹം ഏതോ ഒന്നിന്റെ നിഴലാണെന്ന് നമുക്ക് ബോധ്യമാകുവാൻ തുടങ്ങും. Through the mirror of the Spirit, if you start to read about the blessings of Abraham, you start to understand it is a shadow of something that is going to come. നമുക്കറിയാം, ക്രിസ്തു എന്ന ആത്മപ്രകാശത്തിന്റെ സൗരഭ്യതയാൽ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ പ്രതിഫലനമാണ് അബ്രഹാമിൽ കാണുന്നതെന്ന് ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുവാനായിട്ടിടയാണ്. The Spirit clearly gives us an evidence and guidance that Jesus, the light of the world, is about the source of the blessings of Abraham that we come to understand. ഹല്ലേലൂയ. അങ്ങനെ ആത്മീയ ചിന്ത ഈ തിരുവചന ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് അബ്രഹാമിന്റെ അനുഗ്രഹത്തിലൂടെ ആ നിഴലിന്റെ യാഥാർത്ഥ്യമായ സ്വർഗത്തിലെ അനുഗ്രഹത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളറകളെ കൊണ്ടുപോകുവാനിടയാകും. The God will take our hearts to clearly understand through the Spirit, the word of God, that the blessings of Abraham will take you to the heavenly blessings and guide you to heaven. പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ ആർക്കും ഈ സ്വർഗീയ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. Without receiving the Holy Spirit, it is very difficult for us to understand about these heavenly blessings. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നമ്മുടെ ജ്ഞാനത്തിന്റെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ ഈ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അബ്രഹാമിലെ അനുഗ്രഹം അത് ലൗകികമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആ താൽക്കാലികമായ വെറും നിഴലായ ആ അനുഗ്രഹത്തെ ദൈവത്തിന്റെ വാഗ്ദത്തമായി തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യന്റെ ഈ ജീവിതചക്രം മുഴുവനും അപകടത്തിലാക്കുവാനുള്ള പൈശാചിക തന്ത്രത്തെ ഇന്ന് രാത്രികാലം നാം ആത്മാവിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. Without the Spirit, if you read the word of God, you start to understand that the blessings of the Abrahams are just material blessings, and that will make you to compare yourself with the promise of God sometimes and make you stick and deviate you from the presence of God. ഈ മേഖല എന്നോട് നമുക്ക് ഇന്ന് രാത്രികാലം കർത്താവിന്റെ വചനം ചിന്തിക്കാം. കണ്ണുകളെ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. Let us go and travel through the word of God through this insight. Let us close our eyes for prayer. നിത്യനായ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രികാലം നാം ഒരുമിച്ച് അനുഭവിക്കാനായിട്ട് കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Let us submit ourselves in the presence of God so that God will reveal the word through us. നാം ആയിരിക്കുന്ന മുറികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വരുവാനുള്ള വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിലായിരുന്നട്ടെ. Let us be with a great faith that the presence of God will come down in the rooms that we are seated right now. രാത്രി കർത്താവ് നമ്മോട് എല്ലാവരോടും സംസാരിക്കുവാനുള്ള വാഞ്ചയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നട്ടെ. Let us be with a great longing and expectation that God would speak to each one of us this night. ബാഹ്യതലങ്ങളിൽ നമുക്ക് തടസ്സം വരുത്തുവാനിടയുള്ള എല്ലാത്തിനും ഒഴിവാക്കി അല്പനിമിഷം 3/4 മണിക്കൂർ ഏകദേശം 1 മണിക്കൂറോളം കർത്താവിന്റെ സന്നിധിയിൽ ജാഗ്രതയോടുകൂടി കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. Let all the other distraction that is around us, let us leave it aside and just be in His presence for the next 45 to 1 hour. ധ്യാനപരമായ ആത്മീയ ചിന്ത നമ്മുടെ ഉള്ളറകളെ തൊട്ടുണർത്തി ആത്മാവിന്റെ അവബോധം വരുത്തി ദൈവികമായ ശുദ്ധീകരണം ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് നമുക്ക് വരുത്തുമാറാകട്ടെ. Let God's purification and cleansing of our heart and the concentration of the Spirit be in our hearts this night. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപ ഓർത്തിടുമ്പോൾ എൻ മാനസം പൊങ്ങിടും ദേഹി ഉല്ലസിച്ചർത്തിടും
ദേഹി ഉല്ലസിച്ചിടുന്നേ. ചേറ്റിൽ കിടന്നോനമെന്നെ നീ വീണ്ടും പാറയാം നിന്മേൽ നിർത്തി. എൻ ഗമനത്തെ സുസ്ഥിരമാക്കി നിൻ സ്തുതി തന്നതിനാൽ. എൻ ഗമനത്തെ സുസ്ഥിരമാക്കി നിൻ സ്തുതി തന്നതിനാൽ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപ ഓർത്തിടുമ്പോൾ എൻ മനസ്സ് പൊങ്ങിടുന്നേ. ദേഹി ഉല്ലസിച്ചിടുന്നേ. എൻ മനസ്സ് പൊങ്ങിടുന്നേ. ദേഹി ഉല്ലസിച്ചിടുന്നേ. കഷ്ടത പട്ടിണി നിന്ന പരിഹാസം എന്നിവ വന്നാലുമേ നിൻ ദിവ്യ സ്നേഹത്തിൽ നിന്നെന്നെ മാറ്റുവാൻ ഒന്നിനും സാധ്യമല്ല. നിൻ ദിവ്യ സ്നേഹത്തിൽ നിന്നെന്നെ മാറ്റുവാൻ ഒന്നിനും സാധ്യമല്ല. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപ ഓർത്തിടുമ്പോൾ എൻ മനസ്സ് ഓ ജീസസ് താങ്ക് യു ലോർഡ് ദേഹി ഉല്ലസിച്ചിടുന്നേ. എൻ മനസ്സ് പൊങ്ങിടുന്നേ. ദേഹി ഉല്ലസിച്ചിടുന്നേ. കൂടാരമായ പവനമഴിഞ്ഞാലും നിത്യഭവനമുണ്ട്. ഞാൻ കുറയട്ടെ നീ വളരട്ടെ നിന്നിൽ ഞാൻ വസിക്കട്ടെ. ഞാൻ കുറയട്ടെ നീ വളരട്ടെ നിന്നിൽ ഞാൻ വസിക്കട്ടെ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ നാഥ നിൻ കൃപ ഓർത്തിടുമ്പോൾ എൻ മനസ്സ് പൊങ്ങിടുന്നേ. ദേഹി ഉല്ലസിച്ചിടുന്നേ. എൻ മനസ്സ് പൊങ്ങിടുന്നേ. ദേഹി ഉല്ലസിച്ചിടുന്നേ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയിൽ അങ്ങയുടെ ജനത്തെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളോട് സംസാരിക്കണമേ. എല്ലാ ഉള്ളങ്ങളോടും ആത്മാവ് ഇന്ന് രാത്രികാലം വാദിക്കുമാറണമേ. മറയപ്പെട്ട് കിടക്കുന്ന ഇരുളിന്റെ അധിനിവേശങ്ങളെ തകർത്ത് ഉന്നതനായ ദൈവത്തിന്റെ പ്രസാദം എല്ലാ ഉള്ളങ്ങളെയും വ്യാപരിപ്പിക്കപ്പെട്ട് ദൈവിക സ്വാതന്ത്ര്യം രാത്രികാലം അനുഭവിച്ചറിയുവാൻ എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കുമാറാകണമേ. കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നി ജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കിയ നസ്രനായ യേശുവിന്റെ ശഖേന ഇന്ന് രാത്രികാലം ഓരോ മൺകൂടാരങ്ങളിലും വ്യാപരിപ്പിക്കപ്പെട്ട് ഉന്നതനായ ദൈവത്തിന്റെ സഹിത്വം അനുഭവിച്ചറിയുവാൻ അവിടുത്തെ ശബ്ദം ആഴമായി ദർശിപ്പാൻ ഇന്ന് രാത്രികാലം എല്ലാവരെയും ആത്മാവ് ഹൃദ്യമായിട്ട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യും കർത്താവ് എല്ലാവരെയും ഇന്ന് രാത്രികാലം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. That God bless and help each one of us this night. വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുവിനെ നാം കാണുന്നത് അന്ന് യേശു ജീവിച്ചിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ യേശുവിനെ കണ്ടതുപോലെയാണോ നാം ഇന്ന് യേശുവിനെ കാണുന്നത്? Are we seeing Jesus just when Jesus was alive, those time the people of Israel saw Jesus? Are we seeing Jesus in the same way? രണ്ട് വഴിയിലൂടെയാണ് ആ തലമുറ യേശുവിനെ കാണുവാനിടയായത്. Two ways that generation saw Jesus. ചുരുക്കം ചിലർ യേശുവിനെ കണ്ടു. നീ
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. Very few people understood and got the revelation that Jesus is the Son of the living God. എന്നാൽ ഭൂരിഭാഗം പേരിൽ കണ്ടത് മറിയയുടെ മകൻ. But majority of them saw him as the Son of Mary. രാത്രിയിൽ വചനം നാം ധ്യാനിക്കുമ്പോൾ, നാളുകളായി നാം ധ്യാനിച്ചു വരുന്ന വചന പരമ്പരകളിലൂടെ നാം യേശുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത്, ആത്മാവ് പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ദർശിക്കുന്ന മഹിമയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെയാണോ നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് കിട്ടുന്നത്? Through the great experience of the revelation that we have received till now, are we seeing Jesus as the Son of Mary? ഓ ഹല്ലേലൂയ. പലപ്പോഴും കർത്താവ് നമ്മുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അവനെ നമുക്ക് അറിയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. In many of the situations when Jesus walks and goes and travels close by, we are not able to understand him very clearly. ദൈവശബ്ദം കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Is anyone over here who is not interested to listen to the voice of God? കർത്താവിന്റെ സഹിത്വം അനുഭവിക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ? Is there anyone over here who doesn't want to experience or have a relationship with God? പലപ്പോഴും നമ്മുടെ സാഹചര്യം എന്താണ്? What is our situation majority of our time? യോബിന്റെ പുസ്തകം 9-11 വായിക്കുമ്പോൾ Job chapter 9 verse 11, when we read it, അവൻ എന്റെ അരികിൽ കൂടെ കടക്കും, ഞാൻ അവനെ കാണുന്നില്ല. he will walk close by me and I will not see him. അവൻ കടന്നു പോകുന്നു, ഞാൻ അവനെ അറിയുന്നുമില്ല. If he moves past, I do not perceive him. അവൻ എന്റെ അരികിൽ കൂടെ കടക്കുന്നു, ഞാൻ അവനെ കാണുന്നില്ല. If he goes by me, I do not see him. ഞാൻ അവൻ കടന്നു പോകുന്നു, ഞാൻ അവനെ അറിയുന്നതുമില്ല. If he moves past, I do not perceive him. പലപ്പോഴും കർത്താവ് നിങ്ങളുടെ അരികിലൂടെ കടന്നു പോയിട്ട് അവനെ കാണാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം. Many times when Jesus has walked close by, we are not able to see him. നമ്മുടെ മുമ്പിലൂടെ അവൻ കടന്നു പോയിട്ട് അവനെ അറിയുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം. When Jesus goes past by us, we are not able to perceive him. പലപ്പോഴും അതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Many times this has happened in our lives too. നമ്മുടെ അരികിലൂടെ ഒരാൾ കടന്നുപോയാൽ നമുക്ക് ആ വ്യക്തിയെ കാണുവാനോ അറിയുവാനോ കഴിയുന്നില്ലെങ്കിൽ നാം ഉറക്കത്തിൽ ആണ്. If somebody goes in front of us and if we are not able to see him and understand him and recognize him, we are in deep sleep. എഫെസ്യർ 5:14 പറയുന്നു, ആകയാൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. Ephesians chapter 5 verse 14 says, awake you who sleep, arise from death and Christ will give you light. ക്രിസ്തു നമ്മിൽ പ്രകാശിക്കണം. Christ has to shine in our life. ക്രിസ്തു നമ്മിൽ പ്രകാശിപ്പിക്കണമെങ്കിൽ നാം ഉണരണം. If Christ has to shine through our life, we have to wake up from our sleep. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. We have to receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നതല്ല പ്രിയമുള്ളവരെ. Without receiving the Holy Spirit, it is not possible for us, for the Christ to shine through our lives. ആത്മാവിന്റെ പകർച്ചയും ഒഴുക്കും അനുഭവിച്ചറിയുവാൻ കഴിയാതെ ബഹുവിധമായ പോരാട്ടങ്ങളാൽ വലഞ്ഞ് വട്ടം കറങ്ങുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവിനെ പകർന്ന് ബന്ധന കാരണമായി വന്നു കഴിക്കപ്പെട്ടിരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ച് നിത്യനായ ദൈവം പൂർവ്വകാലം മുതൽ നിങ്ങൾക്കായി വെളിപ്പെടുത്തിയിരിക്കുന്ന ആലോചനകൾ ഇന്ന് രാത്രി ആത്മാവ് നിങ്ങൾക്കായി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആലോചനയുണ്ട്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തം വചനം ചെയ്യാം. Without receiving the Holy Spirit, without having the experience of the outpouring of the Holy Spirit, we are most time in bondages and chains, and we are unable to move forward in our Christian life. ക്രിസ്തുവിനെ ദർശിക്കണം, ക്രിസ്തുവിനെ ഗ്രഹിക്കണം. You need to see Christ and you need to understand and get the revelation of Christ. ലൂക്കോസ് 2:19 വായിക്കുമ്പോൾ Gospel of Luke chapter 2 verse 10, when we read it, മറിയ ഈ വാർത്ത ഒക്കെയും ഉള്ളിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. it says, Mary listened to all this and kept it in her heart. വെളിപ്പെട്ട ദൈവശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി തിരിച്ചറിഞ്ഞിട്ട് ആ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ധ്യാനിച്ചു കൊണ്ടിരുന്നു. When she received the word, she received it and she kept it in her heart and meditated on it. ആ ധ്യാനം പിന്നത്തേതിൽ ആ വാക്തത്വ നിവർത്തീകരണം അവിടെ കണ്ണുകൊണ്ട് കാണുവാനും ഇടയായി. That meditation of the word that was received, she saw that promise getting fulfilled in her front of her eyes. ഉൽപ്പത്തി പുസ്തകം 37:11 വായിക്കുമ്പോൾ Genesis chapter 37 verse 11, when we read it, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി, എന്നാൽ അപ്പനോ ഈ വാക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. and his brothers envied him, but his father kept the matter in mind.
കേൾക്കുന്ന ദൈവവചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ ധ്യാനിക്കുമ്പോഴാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുവാനായിട്ട് തുടങ്ങുന്നത്. രക്തം ജയം. The words that you receive in your heart, when you store it in your heart, meditate on it, and then only the Christ of the light will shine upon your life. വചനം കേൾക്കുക, അത് ഗ്രഹിക്കുക, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. You should listen to the word of God, understand it, and store it in your hearts. വചനം കേൾക്കണം, You should hear the word of God. അത് തലയിൽ ഗ്രഹിക്കണം, You should understand it in your brains. ആത്മാവിന്റെ സഹായത്താൽ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. With the help of the Spirit, you should store it in your hearts. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. Those who listen to the word of God, meditate and store it in their hearts, they will only be able to get the fruit of the kingdom of God. ഈ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ നന്നായി പണിഞ്ഞ് പൊന്നുപോലെ പുറത്തെടുത്ത് ദൈവരാജ്യം സംബന്ധിച്ച് ദൈവം നിങ്ങളെ കുറിച്ച് മുന്നൊരുക്കിയിരിക്കുന്ന ദൈവഗീതം തിരിച്ചറിയാൻ കഴിയുമെന്ന് ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. In this fasting prayer, you need to strengthen up, polish your inner man, and you should understand the revelation of the kingdom of God that is in store for your life. ഈ വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം നല്ല ഗുണമുള്ള നീലമായി മാറണം. If you want to store these promised words and the word of God in your heart, you need to make the ground of your heart very clean. ലൂക്കോസ് 8:15. Gospel of Luke chapter 8 verse 15. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. But the ones that fell on the good ground are those who are having heard the word with a noble and a good heart. ദൈവരാജ്യത്തിനായി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമുക്ക് ക്ഷമ ആവശ്യമാണ്. If you want to bear fruit for the kingdom of God, you need patience. ക്ഷമ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഹൃദയം നല്ല നിലമായി മാറണം. If patience is required for you, your heart should be noble and should be a good place. എബ്രായർ 10:36 വായിക്കുമ്പോൾ, If you read Hebrews 10:36, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. For you have need of endurance, so that after you have done the will of God. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുതയില്ലാതെ ആർക്കും പറ്റില്ല. You need endurance so that you can fulfill the will of God. സഹിഷ്ണുത നിങ്ങൾക്കുണ്ടോ? Do you have endurance? സഹിഷ്ണുതയില്ലാതെ ദൈവേഷ്ടം പൂർത്തീകരിപ്പാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയുന്നതല്ല. If you don't have endurance, it is not possible to fulfill വാഴ്ത്തപ്പെട്ട the will of കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവബോധം വെളിപ്പാടായി നമ്മുടെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വെളിപ്പാടിനകത്ത് മറഞ്ഞിരിക്കുന്നതിൽ ഒരു വ്യവസ്ഥയാണ് ദൈവികമായ സഹിഷ്ണുത. When you get a deep revelation about Lord Jesus Christ, then you need to understand one thing, that endurance is something that is hidden inside it. യെരമ്യാവ് 23:29 വായിക്കുമ്പോൾ, Jeremiah 23:29, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ആകും. My word is like a fire, and it is like a hammer that breaks into pieces. വചനം തീയാണ്, അത് നമ്മൾ ധ്യാനിക്കണം. Word of God is like a fire, and you need to meditate upon it. തീ കത്തുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടുവാൻ തുടങ്ങും. When the fire lightens up, those words start to be written in your hearts. വചനം ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ തീ കത്തും. When you meditate the word, your heart will start to burn with fire. ഉള്ളിൽ തീ കത്തുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതുവാൻ തുടങ്ങും. When the fire lightens up, that word will be inscribed in your heart. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ എഴുതപ്പെട്ട വചനത്താൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. So in that case, we need to understand one thing very clearly. Those words which are inscribed in our heart, through that only we can keep the covenant between. ആദാമ്യ ബുദ്ധിയിൽ വചനം വായിച്ച് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ ബന്ധിതരാകാതെ ക്രിസ്തു എന്ന ആത്മചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് കിട്ടേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആത്മാവിന്റെ സഹായത്തോടുകൂടെ ഈ വചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊള്ളുവീൻ. You need to submit yourself very closely so that you do not fall into the trap of decoding the word of God through the wisdom of Adam and understanding everything as material blessings.
റോമർ 8:2. Romans 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. For the law of the Spirit of life in Christ Jesus has made me free from the law of sin and death. ഈ വചനം നമുക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായിട്ട് മാറണമെങ്കിൽ ഈ വചനം നാം ധ്യാനിക്കണം. If this word of God has to become a law of Spirit of life in Christ Jesus, we need to meditate upon it. ഈ വചനം നമ്മുടെ കയ്യിലും തലയിലും ഇരിക്കുന്നിടത്തോളം കാലം ഈ വചനം നമുക്ക് ന്യായപ്രമാണമാണ്. As long as this word is in your heart, in your hand and in your mind, this is a law for us. ഈ വചനം അക്ഷരമായി നമ്മുടെ കയ്യിലും തലയിലും മെമ്മറിയിലും ഇരിക്കുന്നിടത്തോളം കാലം ഈ അക്ഷരം നമ്മെ കൊല്ലും. As long as this word of God is in your hand as words and also memorized in your mind, the word kills. അതുകൊണ്ടാണ് ചില ആൾക്കാർ വളരെ കഷ്ടത്തിലാകുമ്പോൾ ആരെങ്കിലും രണ്ട് ആശ്വാസ വചനം ഒന്ന് പറയാൻ തയ്യാറായാൽ അവർക്കതിന് താല്പര്യമില്ല. That is why when some people are in turmoil and distress and in problems, when some people say some comforting words, they are not willing to listen to it. രോഗത്തിന്റെ മാരക അവസ്ഥയിൽ കിടന്നാൽ ദൈവദാസന്മാർ കടന്നു നിന്ന് സഹോദരി അല്ലെങ്കിൽ സഹോദര കർത്താവിന്റെ വചനം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ മുഖം കാണുമ്പോൾ അവർക്ക് ആ വചനം കേൾക്കാൻ താല്പര്യമില്ല. പാസ്റ്ററെ, ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം നിങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പോയാട്ട് എന്ന ഭാവമാണ് ആ മുഖത്തിൽ കാണുവാൻ കഴിയുന്നത്. When some people are in sick bed or anything, and when we go and pray for them, they don't want to listen to the word of God. Their face has no good expression. They just say that you pray and go. എന്നാൽ നാളുകൾക്ക് മുമ്പ് അനേകർ ഇതേ അവസ്ഥയിലായിരുന്നപ്പോൾ ഇപ്പോൾ ഈ കിടക്കുന്ന ഈ വ്യക്തി ഈ വചനം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച വ്യക്തിയാണ്. But many years back, the same person who is now in the sick bed has told the words of God and brought them to life. എന്നാൽ ഇപ്പോൾ ഇവർ കഷ്ടത്തിലായപ്പോൾ ദൈവദാസന്മാരുടെ വചനം കേൾപ്പാൻ ഇവർക്ക് താല്പര്യമില്ല. But now when they are in sickness bed, they don't want to listen to the word of God. ആരെങ്കിലും വന്ന് വീട്ടിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആ പാസ്റ്റർ വന്നിരിക്കുന്നു, പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണോ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വരുന്നത്, എപ്പോഴും എന്തുവാ എന്നൊരു ഭാവം. When a bell rings unexpectedly and when we come to know it's a pastor and we say that, oh, it's the wrong time for the pastor to come, and that is the expression they have. കഷ്ടകാലത്തിൽ ഈ വചനം നമുക്കൊരു ആശ്വാസം വരാതെ നമ്മളെ ദുഃഖിപ്പിക്കുന്നതിന്റെ കാരണം അറിയാമോ പ്രിയമുള്ളവരെ? The reason why you don't feel like accepting the word of God in your distress times is തലയിൽ ആയിരക്കണക്കിന് വാക്യം കാണും, പക്ഷേ ഒരൊറ്റ വചനം പോലും ഇന്ന് വരെ ആത്മാവിൽ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. there are many verses memorized and stored up in your brain, but not even a single verse is inscribed or stored in your heart through Spirit. ഈ വചനം നമുക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായി മാറിയെങ്കിൽ മാത്രമേ അവന്റെ ജീവനിൽ നമുക്ക് അവനോട് കൂടെ വാഴുവാൻ കഴിയൂ പ്രിയമുള്ളവരെ. If this word of God has to become a law of Spirit of life in Christ Jesus, then only we can reign with Jesus. ദൈവശബ്ദം കേൾപ്പാനുള്ള വാഞ്ചയോടുകൂടെ ഈ വചനവുമായി നാം ദൈവസന്നിധിയിൽ ഇരിക്കണം. We need to sit in the presence of God with a great expectation and longing to listen to the voice of God. ആത്മീക യാഥാർത്ഥ്യം അത് ദൃശ്യമല്ല, അത് അദൃശ്യമാണ്. Spiritual journey is not something that is visible, but it is invisible. 3.5 വർഷം കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ക്രൂശിന്റെ വെളിപ്പാട് കിട്ടിയില്ല. The disciples who walked with Jesus 3.5 years did not get a revelation of the crucifixion of Jesus. ഹല്ലേലൂയ, അവർക്ക് കിട്ടിയില്ല പ്രിയമുള്ളവരെ. They did not receive it. സ്തോത്രം. ഞാൻ ഇടയിൽ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് പറഞ്ഞതുപോലെ ഗത്സമനയിൽ അവരെല്ലാം ഇട്ടെറിഞ്ഞ് ഓടിയ ആൾക്കാരാണ്. Just like the sheep that has been scattered away when the time of Gethsemane came for Jesus Christ, they were all scattered and away. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഗലീലയിൽ തന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടേയിരുന്നു. Jesus did great miracles in Galilee. എന്നിട്ടും ആ ജനത്തിന് ഇത് എന്ത് ഉദ്ദേശത്തിലേക്കാണ് യേശു അവരെ നയിക്കുന്നത്, എങ്ങോട്ടാണ് അവരെ നയിക്കുന്നത് എന്നുള്ള തിരിച്ചറിവില്ലാതെ ഗലീലയിലെ ശുശ്രൂഷകളിൽ അവർ വളരെയധികം സന്തോഷിച്ച് അതിൽ മതിമറന്ന് അവിടെ തന്നെ തമ്പടിക്കുവാനായിട്ടിടയായി. When Jesus did all these miracles in Galilee, those people were not interested to understand where that miracle of Jesus is leading us to, where it is leading, but they were happy, satisfied, and experienced and was well settled in Galilee only. നാം സ്നാനമേറ്റ് കർത്താവിന്റെ കൽപ്പനയെ സ്വീകരിച്ച് വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന നാൾ മുതൽ നമ്മുടെ ആത്മാവ് ഈ ജഡം വിട്ട് പോകുന്ന കാലം വരെയുള്ള ആ കാലഘട്ടത്തിൽ 3 പ്രധാനപ്പെട്ട മേഖലകളാണ്.
After we have received the baptism and come to the law of God, and till the spirit leaves our body, there are three important phases in our life. ഒന്ന് ഗലീല, First one is Galilee. രണ്ട് ക്രൂശ്, Second is cross of Calvary. മൂന്ന് തേജസ്. തേജസ്, ഗ്ലോറി. Glory. Third is glory. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. ഗലീലയിലെ ശുശ്രൂഷ, ക്രൂശിന്റെ മേഖല, തേജസിന്റെ യാത്ര. The ministry in Galilee and the journey through the cross of Calvary and also the glory. ഈ മൂന്ന് മേഖലയും നാം ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. As we are living on this earth in this flesh, these three phases we experience on this earth. യേശുവിന്റെ ശുശ്രൂഷ ഗലീലയിൽ അനുഭവിച്ചവർ പോകട്ടെ, പക്ഷെ തന്നോടുകൂടെ നടക്കുന്നവർക്ക്, ശിഷ്യന്മാർക്ക് ആ ദൈവഹിതം എന്തെന്ന് മനസ്സിലായി വരാത്തത് കൊണ്ട് യേശു അവരെ വീണ്ടും അല്പം തെക്കു ഭാഗത്തേക്ക് ആ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് കാണാം. Those people who were in Galilee, they saw the ministry of Jesus and did not understand Jesus. But the disciples who walked with Jesus did not get a revelation of the cross of Calvary or the crucifixion of Jesus. And Jesus takes them to the east, to the other side. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ കൂട്ടിക്കൊണ്ട് യേശു മാറുവമലയിലേക്ക് പോയിട്ട് താൻ രൂപാന്തരപ്പെടുവാനിടയായി. Jesus takes Peter, John and James to the mountain. പത്രോസ് ആദ്യം അവർ പറയാണ്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവ്. And Peter said that Lord, it is very better for us to stay over here. Let me make 3 tents for you, Elijah and Moses. അവർക്ക് ദൃശ്യമായ കണ്ണുകൊണ്ട് കാണുന്ന വിഷയങ്ങളെ കുറിച്ച് അല്ലാതെ അദൃശ്യമായ ദൈവത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഗ്രഹിപ്പാൻ തക്കവണ്ണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടിരുന്നില്ല. Their hearts were not opened up to see the invisible side of it, but whatever visible in front of them, they were able to accept it only. ഈ കാര്യം പറയുമ്പോൾ കർത്താവ് പിതാവായ ദൈവം അടിയന്തരമായിട്ട് അവർ ഇടപെടുകയുണ്ടായി. At this moment when this was told, Father God directly intervened in that situation. ദൈവം ഇവരോട് പറയാ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീ. At that time Father God is telling, beloved, he is my son and give ear to him. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉന്നതമായ ഒരു സ്വർഗീയ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ താൽക്കാലികമായി കാണുന്ന ദൃശ്യമായ മേഖലയിൽ തന്നെ തമ്പടിച്ചിരുന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാനുള്ള ശിഷ്യന്മാരുടെ വാഞ്ച. The disciples who did not get a clear understanding of the what with the heavenly mission Jesus Christ came to the earth, but they just want to settle down here with Jesus. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഗലീലയിലെ ഉടനീളം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് ആ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് പ്രിയമുള്ളവരെ. What is the reason behind Jesus performed all these miracles in Galilee? വല്ലവിധനയിൽ ഈ ജനത്തിന് ക്രൂശിന്റെ വെളിപ്പാട് കിട്ടണം. ആ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഗലീലയിൽ കർത്താവ് ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ തയ്യാറായത്. The reason why Jesus performed all these miracles in Galilee was that they should get a revelation of the cross of the crucifixion. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വിശ്വാസത്തിന് മാർഗദീപമായ അടിസ്ഥാനം ഇടേണ്ടതിന് മാത്രമാണ് ഗലീലയിലെ ശുശ്രൂഷ. The ministry in Galilee was that so that they understand the salvation only through Jesus Christ and to establish their faith in that. അതിനുശേഷം നമുക്ക് ഒരു ക്രൂശിന്റെ യാത്രയുണ്ട് ഈ ഭൂമി. After that there is a journey of the cross of crucifixion in our life too. യേശു പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ഗലീലയിലെ സകലവും വിട്ട് തന്റെ ക്രൂശെടുത്തുകൊണ്ട് നാൾതോറും എന്നെ അനുഗമിക്കട്ടെ. Jesus says, if you want to follow me, you must deny yourself completely, take up the cross and follow me. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം അവന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് എന്തിന് ഈ നരകയാതന അനുഭവിക്കണം? My dear brothers and sisters, why should we carry the cross and undergo all the sufferings on this earth? നമ്മുടെ പാപ ശാപ രോഗ ദുരിത ദുഃഖങ്ങളെല്ലാം ക്രൂശിൽ യേശു വഹിച്ചിട്ട് നമ്മളത് വിശ്വാസത്താൽ ഇനി സ്വീകരിച്ച് ഏറ്റെടുത്താൽ ഇനി നമ്മളായിട്ട് ഇനി എന്തോ കഷ്ടത ഇനി അനുഭവിക്കേണ്ടത്. All the sin, curse and burdens and problems, everything was carried by Jesus in the cross of Calvary. Then why should we carry again the burdens on this earth? അല്ലേ, അബുദാബിയിൽ എത്തപ്പെട്ടിട്ടും ഗതി പിടിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? There are many people who are come to Abu Dhabi but still could not rescue come out in a good times. പ്രസിദ്ധമായ പല രാജ്യങ്ങളിലും കുടിയേറി പാർത്തിട്ട് ഇന്നും ഗതി പിടിക്കാത്ത എത്ര ആൾക്കാരുണ്ട് ദൈവമക്കളിൽ?
There are many people who are settled down in big countries, but still they could not come in good terms in life. അബുദാബിയിൽ വഴിയടയുമ്പോൾ കുവൈറ്റിലേക്ക് പോകും, കുവൈറ്റ് വഴിയടയുമ്പോൾ സൗദി അറേബ്യയിലേക്ക് പോകും, അല്ലേ? So when one door is closed in Abu Dhabi, they'll go to Saudi Arabia. Otherwise, sometimes to other places. ഇനി UK പോയ ആൾക്കാരാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകും, ഓസ്ട്രേലിയ പോയ ആൾക്കാർ അവിടെ നേരെ കാനഡയ്ക്ക് പോകും, കാനഡയിൽ പോയവർ അമേരിക്കയ്ക്ക് ചാടും, അവസാനം വട്ടം കറങ്ങി ഇന്ത്യയിലെത്തും, അല്ലേ? The people who are in UK, they'll go to Australia, Australia to Canada. They will go around and come back to India. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ തക്കവിധം അകത്തെ മനുഷ്യനെ ക്രിസ്തുവിന്റെ മുൻപാകെ സൗരഭ്യതയോടെ നിർത്തേണ്ടതിന് നിന്നിൽ ഒരു പണി നടക്കേണ്ടത് ആവശ്യമാണ്. If you want to be used by God and also the essence of your life, a small work is required in your life. അകത്തെ മനുഷ്യനിൽ പണി നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും അവിടെ നിനക്ക് ഗതി ഉണ്ടാകില്ല. If your inner man is being built up on this earth, no matter whichever country you go, you will not be able to rescue yourself. നമ്മുടെ ഉടയവൻ അറിയാതെ നമ്മുടെ തലയിലെ ഒരു രോമം താഴെ വീഴുകയില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാല് വഴിയും അടയപ്പെട്ട സാഹചര്യത്തിൽ നീ ആയിരുന്നാലും അകത്തെ മനുഷ്യനിൽ ഉജ്ജ്വലമായ പണി നടക്കുകയാണെന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാകുന്നത്? When you get a clear understanding that not even a single hair of your hair will fall down with the knowledge of God, why it is difficult for us to understand the word that God will protect you and care for you even when the doors around you are closed. യേശുവിന്റെ രക്തത്തിന് രണ്ട് പ്രധാനപ്പെട്ട മേഖലയുള്ളത്. There are two important phases in the blood of Jesus Christ. ഒന്ന് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കും. The blood of Jesus Christ cleanses us from all our sins. പാപമൊക്കെ ശുദ്ധീകരിക്കുന്ന ഒന്നാമത്തെ പ്രോസസ്സിംഗ്. The cleansing of our sins, first process. രണ്ടാമത്തെ മേഖല, The second place, എബ്രായർക്ക് ലേഖനം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ Hebrews 13:12. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം സഹിച്ചു. Therefore Jesus also, that he might sanctify the people with his own blood, suffered outside the gate. 13 വായിക്കുമ്പോൾ ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നും കൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. Therefore let us go forth to him outside the camp, bearing his reproach. ഓ ഹല്ലേലൂയ! നാം അവന്റെ നാമത്താൽ നിന്ന ചുമക്കേണ്ട ആവശ്യകത എന്താണ്? What is the reason why we should carry the burdens in our life in his name? എന്തുകൊണ്ട് അവന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് നാൾതോറും നാം അവനെ അനുഗമിക്കണം? Why should we carry the cross and follow Jesus? രക്തത്തിന്റെ രണ്ടാമത്തെ ഘടകം രക്തത്താലുള്ള വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. Sanctification through the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവപൈതൽ അതേ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നിന്ന വഹിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നിടമായ പാളയത്തിന്റെ പുറത്ത് ചെല്ലണം. So the blood which cleanses us from our sins, that same blood we need to attain to sanctify our life, and we need to carry the burdens and come out of the tent. ഗലീലയിൽ നാം പാർക്കുന്ന കാലഘട്ടത്തോളം ഈ കയ്പുകാടിയില്ല. When we are residing in Galilee, we will not experience this bitterness. ഗലീലയിൽ നമ്മുടെ പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം പരിഹാരം മറുപടിയുമുണ്ട്. There is a great reply for all your prayer requests when you are residing in Galilee. വീട്ടുകാര്യം, നാട്ടുകാര്യം, ഓന്റെ കാര്യം, ഓടെ കാര്യം, ജോലിക്കാര്യം, ആത്മീയ കാര്യം, എല്ലാ വിഷയം. ആഹാരത്തിന് ബുദ്ധിമുട്ടാണോ? കർത്താവ് പ്രാർത്ഥിച്ച് ആഹാരത്തിന് വിഭാഗിച്ചു തരും. ഗലീലയിൽ all your problems about your sons, daughters, job, and all the areas, God will clear it out for you. Even കഠിനമായ രോഗമാണോ യേശു പ്രാർത്ഥിച്ച് ഗലീലയിൽ കർത്താവ് സൗഖ്യമാക്കും. if it is a very tough time of sickness, you will pray and God will heal you completely. ഇനി ചത്തുപോയോ? കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും. Even if you are dead, you will be resurrected back. ഗലീലയിലെ മുനിശ്രീയിൽ വ്യക്തിപരമായ സകല വിഷയങ്ങൾക്കും മറുപടി ഉണ്ട്. All the replies for your material prayers would get reply when you are in Galilee. എന്നാൽ ആത്മീയ വ്യവസ്ഥയുടെ രണ്ടാം ഘടകമായ ഗലീലയിൽ നിന്നും ക്രൂശിലേക്കുള്ള പാതയിൽ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് ഒരു പ്രയോറിറ്റിയും ഇല്ല. But the second phase of the spiritual life on the earth, from Galilee to the journey of the cross of Calvary, there is no reply for your prayers. ഗലീലയിലെ ആഘോഷങ്ങളും ആരവാരങ്ങളും മുഴക്കവും മാത്രമേ ഉള്ളൂ. The time of residing in Galilee, it is all the sound and fuss and everything only. അവിടെ വിടുതൽ 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 വിടുതൽ. There is deliverance for it.
ആമേൻ. സമാഗമന കൂടാരത്തിന്റെ പ്രഥമ ഭാഗം പ്രാകാരമാണല്ലോ, അവിടെ എന്തെല്ലാം ബഹളമാണുള്ളത്. So the tabernacle tent of the Moses also, there are a lot of noises and sound. അവിടെ വെട്ടുമാർപ്പും നിന്നും കൂടി എന്തെല്ലാം ഉത്സവ ലഹരിയാണല്ലോ പ്രാകാരത്തിലുള്ളത് പ്രിയമുള്ളവരെ. There is great time of feasting and festival also around that. അവിടെ എന്തുമാത്രം ശബ്ദ കോലാഹലങ്ങളാണുള്ളത്. There is great noise and trumpets blown there. എന്നാൽ രണ്ടാം ഭാഗമായ പരിശുദ്ധ ആയതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രാകാരത്തിൽ കാണുന്ന അത്ര വലിയ ആരവാരവും അവിടെ കാണാൻ കഴിയുന്നില്ല. But when we go to the second phase from Galilee to the journey through the cross of Calvary, we don't see all these. ഗലീല വിട്ട് ക്രൂശിന്റെ പാത തുടങ്ങുമ്പോൾ സൈലന്റ് മോഡാണ്. When you leave and exit from Galilee and when you start the journey through the cross of Calvary, it is entering into a silent mode. എന്നാൽ പരിശുദ്ധമായതിൽ നിന്നും അതിപരിശുദ്ധമായതിലേക്ക് നാം പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ഉയരത്തിൽ നിന്നും സർവശക്തനായ ദൈവത്തിന്റെ തിരുശബ്ദം ഏറ്റുവാങ്ങിയിട്ട് ചെന്ന് പുറത്തു നിന്ന് ജനത്തിന് കൊടുക്കുന്ന ശുശ്രൂഷ ദൗത്യമാണുള്ളത് പ്രിയമുള്ളവരെ. But when you travel from holy to the most holy place, you receive what from the voice from God and you come out and give it to the people that is outside, that is a ministry there. അതിപരിശുദ്ധമായതിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ കണ്ടക്ഷോഭങ്ങളില്ല, അവിടെ ആരവാരമില്ല. ആത്മസമർപ്പണത്തോടെ അനുതാപത്തോടുകൂടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ ജനത്തെ ശുദ്ധീകരണ പാതയിലേക്ക് നയിക്കുന്ന ഉന്നതമായ ദൗത്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. But the ministry that is in the most holy place is just submitting and committing yourself in the presence of God, sanctifying yourself, cleansing yourself, receiving the word from God and going out and giving and to the people to sanctify them. വീണ്ടെടുക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് രാത്രി വരെയുള്ള ഈ ജീവിതയാത്രയിൽ നിങ്ങളുടെ വിശ്വാസ യാത്ര ഏത് മേഖലയിൽ എത്തിയെന്ന് ആത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്. This night, the Spirit is questioning your life from the time that you are born again, received salvation, baptism, till now, which state of level are you? നിങ്ങൾ ഇന്നും ഗലീലയിൽ വട്ടം കറങ്ങുകയാണ്. Are you still roaming around in the place of Galilee? ആവശ്യങ്ങളും ആവലാദികളും പറഞ്ഞ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഞരങ്ങിയും നുറുങ്ങിയും കരഞ്ഞും മുറയിട്ടും കൊണ്ട് ഗലീലയിലെ ആ പ്രാർത്ഥന മറുപടി ചോദിച്ചു വാങ്ങി നിങ്ങൾ അവിടെ തന്നെ വട്ടം കറങ്ങുകയാണോ? Are you roaming in and around of Galilee, praying for all the material blessings for in and out and just requesting God to answer the prayers? അതോ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന ക്രൂശിന്റെ അന്തർദർശനം ഏറ്റുവാങ്ങി ആ ക്രൂശിന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്തേക്ക് ലക്ഷ്യമാക്കിയുള്ള വിശ്വാസ ജീവിതത്തിന്റെ രണ്ടാമത്തെ മേഖലയിലാണ് നിങ്ങൾ? But are you on the other side where you are focusing upon the life of Jesus Christ and for me to live is Christ and to die is gain? ഗലീലയിൽ നിന്നും ക്രൂശിന്റെ ചൂട് വരെ എത്തുന്നതിന് ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗെത്സമന. So Gethsemane is a point where you come and meet from your journey from Galilee towards the cross of Calvary. പലരും ഗലീലയിലെ തിരക്ക് വിട്ട് കർത്താവിന്റെ വാക്ക് കേട്ട് അവനെ ക്രൂശിൻ ചുമന്നുകൊണ്ട് അവർ ഏകദേശം ഗലീല വരെ എത്തും. Most of the people, when they listen to the voice of God, call of God, they start their journey from Galilee and they come to near place of Gethsemane. ഇത്രയും തോട് കഴിഞ്ഞ് വലിഞ്ഞു വല്ല വിധനയും ഗെത്സമന തോട്ടത്തിലെത്തും. They somehow with great struggle carry the burden and reach to Gethsemane. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, നീ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് നിന്റെ മോക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചേ? Then people start to question your life, that even you have come in faith, what has happened to your daughter's life? നമ്മുടെ കുടുംബത്തിലും ചാർച്ചയിലും വീണ്ടെടുക്കപ്പെടാത്തവർ നമ്മൾ ചോദിക്കും, നീ പെന്തക്കോസ്തിൽ പോയിട്ട് നിനക്ക് എന്നാ ഗുണമുണ്ടായി? People around your relatives around you will ask you, you have gone into Pentecost life, what gain have you received? പക്ഷെ ഇനിയെങ്കിലും നീ അവരുടെ വായിൽ ചെന്ന് പെടാതെ നീ നമ്മുടെ പിതാക്കന്മാരുടെ പാതയിലേക്ക് മടങ്ങി വന്ന് രക്ഷപ്പെടാൻ നോക്ക്. They would advise you and mock you and tell you that you need not go to that Pentecostal realm again, but come and follow the forefathers where they went. നമ്മൾ കടന്നുപോകുന്ന ക്രൂശിന്റെ വെളിപ്പാട് അവർക്ക് അറിയുകയില്ല. They don't understand the revelation of the cross of Calvary that we have received. ഒടുവിൽ കൂട്ടുകാരും മിത്രങ്ങളും സഹപാഠികളും സഹപ്രവർത്തകരും നമ്മളെ ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്താൻ തോന്നുമ്പോൾ നാം അവിടെ അടിയറവ് പറയും. And this, when a point will come in our life when people around us will mock you and advise you and counsel you and make you depressed state, and at that time we will totally surrender over there. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കണം. God, if it is your will, take up this cup from me. ഇനി ഒരു ചുവട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല.
I can't go and take a step one more ahead of me. ഞാൻ രാജ്യങ്ങൾ മാറി മാറി ചുറ്റി സഞ്ചരിച്ച് മടുത്തു പ്രിയനെ. I have traveled and journeyed through many countries. ഇനി ഞാനും എന്റെ മക്കൾ ഇനി ഏത് രാജ്യത്ത് പോയാലും ഇനി ഞങ്ങൾ ഇനി ഗതി പിടിക്കുന്നത്. If me and my children, in which country that we go, we will be blessed. ഈ പാനപാത്രം ഒന്ന് നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ നീതിമാനായ ദൈവം നമ്മുടെ പാനപാത്രം മാറ്റിത്തരും. In this, with great agony, you make this prayer to remove the cup of bitterness from your life. God will hear your prayers. ദുഃഖങ്ങളെയും ആശങ്കകളെയും ഒഴിവാക്കി അവൻ നമുക്കൊരു പുതിയ വഴി ഒരുക്കി തരും. God will open up a new door for your life, removing all your sorrows and problems. എന്നാൽ നാം ഒരു കാര്യം മറന്നു പോകരുത്. ക്രൂശിന്റെ മഹാദൗത്യത്തിന്റെ പാതി വഴിയിൽ വെച്ച് നാം അത് ഉപേക്ഷിച്ച് മതി യഹോവേ മതി, അല്ലേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്ന് പറഞ്ഞതുപോലെ ആ ക്രൂശിന്റെ മഹാദൗത്യത്തിന്റെ പാതി വഴിയിൽ വെച്ച് പാനപാത്രം നീക്കണമെന്ന് അപേക്ഷിക്കുന്ന മാത്രയിൽ ദൈവം പാനപാത്രം മാറ്റി. പക്ഷേ നിന്റെ കാലുകൾ നോക്കൂ, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നീ തിരികെ ഗലീലയിൽ എത്തി. So at this time point, when you pray to God, Lord, everything is enough. Take the cup of bitterness and God removes it from your life. And you say, it's enough. But where is your feet currently? You have gone back to Galilee. ആത്മാവിൽ ജഡത്തിൽ വസിക്കുന്ന കാലഘട്ടത്തോളം വ്യക്തിപരമായ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന കാലഘട്ടം മുഴുവനും നാം ഗലീലയിൽ തന്നെ ആയിരിക്കും. If our entire life is spending in prayers about the material blessings and souls in our life will be full time in Galilee only. നിങ്ങൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. I don't know how we are understanding this word this night. വഞ്ചകനായ സാത്താൻ പല ദൈവസഭകളെയും ആത്മാവിന്റെ വെളിപ്പാടിനെ തടഞ്ഞ് ദൈവരാജ്യത്തിന്റെ വ്യക്തമായ ദർശനത്തെ വെളിപ്പെടുവാൻ കഴിയാതെ തന്ത്രപ്രധാനമായ നീക്കങ്ങളാൽ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവസഭ ഒന്നടങ്കം ആ സ്വർഗീയമായ വെളിപ്പാട് നമ്മിലും നമ്മുടെ തലങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ വെളിപ്പെട്ടു വരേണ്ടതിന് സഭ ആമേനെന്ന ശബ്ദത്തോടുകൂടെ ദൈവവിധത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ സ്വർഗീയ രാജാവ് ഈ തലമുറകൾക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തി നമ്മുടെ ഹൃദയദൃഷ്ടിയെ കർത്താവ് തുറന്ന് സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവസരം നൽകും. When the deceiving devil tries to tempt the church and deviate the revelation from the church and putting them away totally, this is the end time where you need to get the clear revelation about the Jesus Christ and the cross of Calvary and concentrate it and move forward in your life. നമ്മൾ പലരും ഗലീല വിട്ട് ക്രൂശിന്റെ ദൗത്യം പുറപ്പെട്ട് ഗത്സമന വരെ എത്തും. അവസാനം 21 days ഫാസ്റ്റിംഗ് എടുത്ത് 7 ദിവസം 3 ദിവസം പ്രവാചകന്മാർ പറയും ഒരു 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്റെ പരിഹാരം ഉണ്ടാകും. അവിടെ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിഹാരം വരുത്തി നേരെ ഗലീലയിലേക്ക് മടങ്ങി വരിക. ഇതാണ് ദൈവസഭയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So what is happening currently to the churches and also in personal life is we are presently in Galilee. We pray, accept the calling, go to Gethsemane place, again undergo great turmoil and sufferings. We sit 21 days, 7 days fasting, call prophets and find solution, and we go back to Galilee. സഭയം ശരീരത്തിന് വേണ്ടി നാം പൂരിപ്പിക്കേണ്ട ആ ക്രൂശിന്റെ പാതയിൽ ഗത്സമനയിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ രണ്ടാമത്തെ മേഖലയിലേക്ക് നാം കടക്കാത്തടത്തോളം കാലം ഈ ദൗത്യം നമുക്ക് ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല. We cannot finish this mission or reach our destiny without going to the second phase of the prayer that Jesus made in Gethsemane. യേശുവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു? What was the second prayer of Jesus in എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. The second phase was not my will but your will be done in my life. അവനത്തിന്റെ ചാർച്ചക്കാരുടെയും സ്നേഹിതരുടെയും കൂട്ടുകാരുടെ മുൻപാകെ തല കുനിയപ്പെട്ടു പോകുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയനെ ഇതൊന്ന് മാറ്റണമെന്ന് പറയുന്ന മാത്രമേ തന്നെ ഗത്സമനയിൽ ക്രൂശിനായ ക്രിസ്തു നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി നൽകിയ ആ പ്രാർത്ഥനയുടെ രണ്ടാം മേഖല കർത്താവേ എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അതേ മാത്രയിൽ ആഗ്രഹം നിൽക്കുന്ന ദൂതന്മാർ അരികെ വന്ന് നമ്മളെ ശുശ്രൂഷിക്കുവാനായിട്ട് തുടങ്ങും. When you undergo through turmoil, problems and sufferings in your life, when people advise you and counsel you, and when you are in the time of Gethsemane, you need to jump and move into the second phase of prayer that Jesus made. വിശുദ്ധന്മാരുടെ സേവകാത്മാക്കളായ ദൂതന്മാരുടെ സാഹിത്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? Were you able to experience the presence of the saints along with you? ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ രണ്ടാം മേഖലയിൽ നാം പ്രവേശിക്കാതെ ദൂതന്മാർ അടുത്തു വരത്തില്ല, അവർ അകന്ന് നിൽക്കുകയുള്ളൂ.
Without entering to the second phase of prayer life, the angels will not come to you and minister to you. They will be aside. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന വാക്ക് യേശുവിന്റെ വായിലൂടെ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൂതന്മാർ അരികെ വന്നു അവനെ ശുശ്രൂഷിക്കുന്നതായി കാണും. There was a great protection of angels around Jesus when Jesus made the second prayer thing that came from God through the mouth of Jesus. കാരണം ഇതറ്റം വരെ ദൂതന്മാരുണ്ട്. ഇനി ഗലീല മുതൽ ക്രൂശീകരണം വരെയുള്ള യാത്രയിൽ ഇനി ദൂതന്മാർ തനിക്ക് സപ്പോർട്ടായിട്ടില്ല. So from Galilee to the cross of Calvary, the protection of angels is not there. But after this word came out, there was protection of angels for Jesus. ഒറ്റയ്ക്ക് ദൗത്യം പൂർത്തീകരിക്കേണ്ട ഒരു ദൗത്യം. A mission which has to be accomplished alone. അവിടെ ശബ്ദ കോലാഹലങ്ങളില്ല. There is no great voice over there. ഗലീലയിലായിരുന്നപ്പോൾ നമുക്ക് ലഭിച്ച പ്രാർത്ഥനയുടെ മറുപടി ഗത്സമന മുതൽ ക്രൂശീകരണം വരെയില്ല. So most of the replies to the prayer that you received in Galilee, it is not there for you from Gethsemane to the cross of Calvary. ആത്മീക ജീവിതത്തിന്റെ രണ്ടാമത്തെ വ്യവസ്ഥയായ ക്രൂശിന്റെ ദൗത്യ നിർവഹണം നാം ഒറ്റയ്ക്ക് പൂർത്തീകരിക്കണം. The mission of the cross, that is the second phase of the spiritual life, we have to suffer alone. ആ യാത്രയിൽ നമ്മുടെ അമ്മ പ്രാർത്ഥിച്ചാലോ അപ്പൻ പ്രാർത്ഥിച്ചാലോ കൂട്ടുവിശ്വാസി പ്രാർത്ഥിച്ചാലോ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചാലോ ആ പ്രാർത്ഥനകൾക്കൊന്നും പരിഹാരം ഉണ്ടാകുകയില്ല. Those prayers will not have any answer if your mother, father, or pastors or fellow beings around you pray. ഗലീലയിൽ ലഭിച്ച ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഈ ക്രൂശീകരണ ദൗത്യത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ട് ക്രൂശിലെത്തുമ്പോൾ ഒരു ഒറ്റ വിളിയാണ് നാം പിന്നെ അവിടെ കേൾക്കുന്നത്. After understanding the Lord and the time of journey that you start from Galilee through Gethsemane to the cross of Calvary, you hear one great loud voice in the cross of Calvary. യേശുവിന്റെ അസ്തിത്വത്തിന്റെ ആരംഭം മുതൽ ആ ക്രൂശിൽ കിടക്കുന്ന നിമിഷം വരെയും പിതാവിന്റെ മുഖം തനിക്ക് മറവായിരുന്നിട്ടില്ല. So from the time that Jesus was born till he was on the cross of the Calvary, the face of the Father was not hidden from Jesus. ആ നോക്കുമ്പോൾ പിതാവിന്റെ മുഖം മറഞ്ഞിരിക്കുകയാണ്. But in this time, the face of the God was hidden. ഏഴയത്ത് പോലും ദൂതന്മാരെ ആരും കാണാറില്ല. In that scenario, that time, there was no angels around. ഒറ്റ വിളി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? Jesus made a loud voice cry, my God, why have you forgotten me? ആത്മീയ ജീവിതത്തിന്റെ മൂന്നാമത്തെ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ദൈവഹിത പ്രകാരമുള്ള ഒരു പാത, ഉയർപ്പിന്റെ ആത്മാവിനാൽ, ഉയർപ്പിന്റെ ജീവനാൽ ആത്മാവ് കല്ലറയെ തകർത്ത് പുറത്തു കൊണ്ടുവരുത്തേണ്ടതിന് നീതിമാനായി ദൈവം ഒരു പദ്ധതി അവരെ ആസൂത്രണം ചെയ്യുകയായിരുന്നു. God is planning a plan where Jesus has to be raised through the Spirit, through the resurrection, coming out from the tomb on the third day. രക്തത്താലുള്ള വിശുദ്ധീകരണം നമുക്ക് നടക്കണമെങ്കിൽ അവന്റെ നിന്ന ചുമന്നേ പറ്റൂ. പ്രിയമുള്ളവരെ, If you want your sins of your life to be cleansed and sanctified, you need to carry the cross. നിന്നെ ഉണ്ടാവുമ്പോൾ അതിനെ മൂടി വയ്ക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലങ്ങളാണ്. So when there is great sufferings and turmoil, we should not try to hide it. പലപ്പോഴും പല നിന്നയെ മൂടി വയ്ക്കുവാനല്ലേ ആൾക്കാർ രാജ്യം ചാടി പോകുന്നത്. The reason why people try to migrate to different countries is because of the shame and suffering they have in the present country. യോഗ്യത ഉണ്ടായിട്ടും വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അപമാനിക്കപ്പെട്ടാൽ പിന്നെ ആ സ്ഥാപനത്തിൽ താല്പര്യത്തോടുകൂടെ വർക്ക് ചെയ്യുവാൻ എത്ര പേർ തയ്യാറാകും? If you face some shame or suffering in your present company, are you willing to continue in that same company? ഒരു ദൈവസഭയിൽ വെച്ച് അപമാനിക്കപ്പെട്ടാൽ ആ ദൈവസഭയിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ ആരാധിപ്പാൻ എത്ര പേർ തയ്യാറാകും? If you have faced some shame in your present church from next Friday onwards, how many of you are willing to attend that church again? അതോ മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്തുകൊണ്ട് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ തിരുശരീരത്തിനായിട്ട് പൂരിപ്പിക്കുവാനുള്ള ഈ നിന്നയുടെ ഉന്നതമായ വെളിപ്പാട് ഏറ്റുവാങ്ങി അപമാനിക്കപ്പെട്ടെടുത്ത് നിങ്ങൾ നിൽക്കുമോ? Or will you accept this shame and suffering, thinking about the joy that is in forefront of you? ആത്മാവ് നിങ്ങളോട് ചോദിക്കുക. The Spirit is asking you this night. സഹിക്കാൻ കഴിയാത്ത ഒരു പ്രതിബന്ധം കടന്നു വരുമ്പോൾ നിങ്ങൾ പലയിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്.
When you are undergoing through a lot of turmoil and problems in your life, are you migrating different places? അതോ ആയിരിക്കുന്നിടത്ത് ക്രൂശിന്റെയും സഹനത്തിന്റെയും ദൈവഗത പ്രകാരമുള്ള വെളിപ്പാട് നിങ്ങളിലൂടെ പൂർത്തീകരിക്കുവാനുള്ള ആത്മീയ ചിന്തയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? Or are you in a moment where you are starting to understand the revelation of the cross of Calvary of Jesus Christ in your life? ക്രൂശിന്റെ വെളിപ്പാട് വെളിപ്പെടുവാൻ കഴിയാതെ ദൈവസഭയുടെ ആത്മീക പവിത്രതയെ കളങ്കം ചാർത്തുന്ന അന്യായ അദൃശ്യ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യാപാരങ്ങളെ ഞാൻ ശാസിച്ച് അതിനെ ഞാൻ ജയം പ്രഖ്യാപിക്കുകയാണ്. രക്തം വചനം ജയം. In the name of Jesus, without understanding the revelation of Jesus Christ of the cross of Calvary, you are moving forward. രാത്രി ചിലരുടെ കണ്ണുകൾ കർത്താവ് തുറക്കുമാറാകട്ടെ. This night, let God enlighten and open the eyes of the people around. രാത്രി ചില ഹൃദയ ദൃഷ്ടിയെ കർത്താവ് പ്രകാശിപ്പിക്കുമാറാകട്ടെ. Let the eyes of the people of the heart be opened up this night. ഇന്ന് രാത്രി വെളിയാനുള്ള ആശ ഇന്ന് രാത്രി ഇന്നെന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുമാറാകട്ടെ. Let God open up the eyes of the brains also to understand and reveal things. ഓ ഹല്ലേലൂയ. നമ്മുടെ നിലവാരം സ്റ്റാറ്റസും കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു പ്രമാണമല്ല ഈ ക്രൂശിന്റെ ജീവിതയാത്ര. The journey of the cross of Calvary is not maintaining our status on this earth. നമ്മുടെ സ്റ്റാറ്റസും നിലവാരമെല്ലാം തലകീഴായി മറിയുന്ന ഒരു പ്രമാണമാണ് ക്രൂശിന്റെ വെളിപ്പാട്. The revelation of the cross of Calvary is something that will totally put your dignity and status away. അവൻ താൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നത് കൊണ്ട് നാം അവനോട് സമനായി തീരുമെന്ന് പറയുമ്പോൾ ആ ദൈവികമായ രൂപാന്തരം നമ്മിൽ നടക്കണമെങ്കിൽ ഈ ശരീരം സംബന്ധിച്ച് ക്രൂശിന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കണം. When the God's plan and will has to be fulfilled in our life on this earth, our body also should be attained to get the revelation of the cross of Calvary. ഓ ദൈവസഭയുടെ ആത്മീയ വെളിപ്പാടിനെ തടയും വിധം അവിടെ ഇവിടെ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ വശീകരിക്കപ്പെട്ട് കിടക്കുന്ന അന്യായ മണ്ഡലങ്ങളിൽ ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഞാൻ ശാസിക്കുകയാണ്. In the mighty name of Jesus, wherever the blockage of the revelation has not come to the church, it has been cancelled in the name of Jesus. അവരിവരും പറയും പ്രവർത്തിക്കും ചെയ്യുന്നത് കേട്ടല്ല, ദൈവസഭയിൽ മുഴങ്ങാലുകളെ മടക്കി ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് ആ സ്വർഗീയമായ ശൈലിയെ ഏറ്റുവാങ്ങി ആത്മാവ് സഭയോട് പറയുന്നത്, ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് സഭയോട് പറയുവാൻ കഴിയുന്നതിന് ഉന്നതമായ ആത്മീയ പവിത്രത കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ആത്മാവ് ദൈവസഭയെ ആഹ്വാനം ചെയ്യുകയാണ്. The Spirit is enlightening the church to sanctify and keep yourself safe and not go into the deviation of the revelation. അപ്പോസ്തലിക സഭയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ During the onset of the ministry of the apostolic churches, അപ്പോസ്തലന്മാർ ആദിയായവർ ഓരോ കൂട്ടായ്മയിലും കയറിയിറങ്ങി സംസാരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? what was the two important things that the apostles were traveling and ministering to different churches in those times? അപ്പോസ്തലപ്രവൃത്തി 14:22 Acts of Apostle 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും അവരെ പ്രബോധിപ്പിച്ചു, അവരുടെ മനസ്സിനെ ഉറപ്പിച്ചു. They were exhorting them to continue in the faith and saying, we must go through many tribulations to enter the kingdom of God. ഒന്ന്, വിശ്വാസത്തിൽ നിലനിൽക്കണം. First one is staying strong in the faith. രണ്ട്, നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ, അതാണ് ക്രൂശിന്റെ വെളിപ്പാട്, അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവർ ആകുന്നു. Second one is through different tribulations only we will enter the kingdom of God. That is the revelation of Calvary. നാം എങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്? How are we standing stable in our faith life? ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വർഗീയമായ ഗുണസവിശേഷതകളിൽ പ്രധാനപ്പെട്ടതൊന്നാണ് ദൈവിക രോഗശാന്തി. God's divine healing of your sickness is some of the great revelation that is given. നിങ്ങൾ എത്ര പേർ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു? How many of you believe in the God's divine healing for your life? ദൈവസഭയ്ക്ക് ദൈവശക്തിയെ തെളിയിക്കുവാൻ, ലോകത്തിന് ദൈവസഭയെ തെളിയിച്ചു കാണിക്കുവാനുള്ള ഉജ്ജ്വലമായ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. This is the era or the season where the church has to be revealed to the world. എന്നാൽ ലോക മനുഷ്യർ ക്യൂ നിൽക്കുന്നത് പോലെ ഇന്ന് ദൈവമക്കൾ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും പോയി വാക്സിനേഷന് വേണ്ടി പോയി ക്യൂ നിൽക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. But this is a season when we are also like the worldly people who are going and standing in the queue for the vaccination. ഒന്നാം ഇസ്രായേൽ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയ ഭവനങ്ങളെ സംഹാരദൂതൻ സ്വതന്ത്രമാക്കിയെങ്കിൽ ക്രൂശിന്റെ രക്തത്താൽ വിലച്ചു വാങ്ങി ശുദ്ധീകരിക്കപ്പെട്ട ദൈവസഭയെ
ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കാതെ ലോക മനുഷ്യൻ ചെയ്യുന്നത് പോലെ മരുന്നിലൊക്കെ ആശ്രയിച്ച് വചനം തെളിയിക്കാതെ പോയാൽ വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കുവാൻ കഴിയുമെന്ന് ആത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്. The Spirit is questioning this night, if you are not staying strong in the Word of God or in your faith life, just like the worldly people depending on the medicines and surviving on that, how can we say that we are totally covered under the protection of the blood of Jesus Christ? വചന കർത്തത്തിൽ ഡോക്ടറിലും മരുന്നിലും ആശ്രയിക്കാതെ കർത്താവിലും തിരുവചനത്തിലും ആശ്രയിക്കുന്നുവെങ്കിൽ നിന്റെ കണ്ണുകൾ അത്ഭുതം കാണുകയും നീ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയിൽ ആദിമ നൂറ്റാണ്ടിലെ പ്രവൃത്തി വെളിപ്പെടുകയും ദേശം യേശുവിനെ ഭയപ്പെട്ട് വീണ്ടെടുപ്പുണ്ടാകുകയും ചെയ്യുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുകയാണ്. In your tribulation time, if you are not depending on doctor and fully trusting on God Almighty and the Word of God, you will start to witness and see miracles in front of your eyes. ഒന്നിനും പിടിക്കുന്നതിനും മരുന്നിൽ ആശ്രയിക്കാതെ കർത്താവിൽ അവന്റെ വാഗ്ദത്ത വചനങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് ദൈവിക രോഗശാന്തിയുടെ ഫലം പുറപ്പെടുവിക്കുവാനുള്ള ഒരു ശരീരമാക്കി ഇന്ന് രാത്രികാലം നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവിനെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുകയും Submit yourself completely into the hands of God so that you don't depend for each and everything on the medicines and the medical sciences. വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചികിത്സയ്ക്ക് വിധേയപ്പെടാതെ ചത്തുപോയാൽ അങ്ങനെയുള്ള ആത്മാവിനെ കർത്താവ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറസ്റ്റ് ചെയ്ത് നിർത്തുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? Do you think that if you don't take the medicine the proper time, if you die, will Christ rest in you? ചില ആൾക്കാർ പറയാറുണ്ട്, അയ്യോ അയാൾ എന്ത് ബുദ്ധിമാശ കാണിച്ച ഇത്രയും അസുഖം ഉണ്ടായിട്ട് അയാൾ ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ അസുഖം ഇന്നതായിരുന്നെന്ന് മനസ്സിലാക്കുമായിരുന്നു, എന്നാൽ കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കുമായിരുന്നു. Some people criticize that if you have this person would have gone to hospital and diagnosed the diseases, he could have lived and survived for some more time. നമ്മളെല്ലാം വായിക്കാറുണ്ട്, ഹിസ്കിയാവിന് 15 വർഷം നീട്ടി കൊടുത്ത കാര്യം അറിയാമല്ലോ. We know the story of the king Hezekiah, who has been extended 15 years in the life. ആ നീട്ടിക്കൊടുത്ത 15 വർഷം ഈ പുള്ളിക്കാരൻ ചെയ്ത് കൂട്ടിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Have you read what he did in the 15 extended years of life? ആ 15 വർഷം നീട്ടിക്കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ദൈവത്തിനുണ്ടായോ? Was there any useful things for God of his extended 15 years? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ വചനത്തെ അപ്രോച്ച് ചെയ്ത് നിത്യനായ ദൈവത്തിന്റെ നിർമ്മലമായ വെളിപ്പാട് ഏറ്റുവാങ്ങി ഈ ദൈവരാജ്യത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ആത്മാവ് ദൈവജനത്തോട് ഇന്ന് രാത്രികാലം ആലോചന പറയുകയാണ്. This night the Spirit is telling to depend on the Spirit of God and get the strength from heaven to accomplish the mission of the kingdom of God in your life. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. The revelation about Jesus Christ was written in the books of Moses, Psalms, and also in the prophetical books. ഇവയിൽ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കൂടാതെ യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ ഉപദേശം, ഇവയിൽ തിരുവചനത്തിലൂടെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് നമുക്ക് ലഭിക്കുവാനായിട്ടിടയാകും. Apart from this, if you study about the life of Jesus, the ministry of Jesus, and also the advice and counsel of Jesus, we get a clear understanding about the revelation of Jesus Christ. ദൈവവചനത്തിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, Through the word of God, the revelation of Jesus Christ. അതാണ് അത്യുന്നതമായ വെളിപ്പാട്. That is the greatest revelation that you can ever receive. 2 കൊരിന്ത്യർ 11:14. 2 Corinthians 11:14. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. 11:14. For Satan himself is transformed into an angel of light. ദൈവവചനത്തിലൂടെ യേശുവിനെ ദർശിച്ചവനെ തെറ്റിപ്പിക്കുവാൻ പിശാചിന് കഴിയില്ല. So devil cannot put you away of you understanding the revelation of Jesus Christ. അല്ലേ, വെളിച്ചദൂതനായ വാഴ്ത്തപ്പെട്ടവന്റെ വേഷം കെട്ടി പിശാച് കടന്നു വന്ന് അനേകരെ പറ്റിക്കാറുണ്ട്. The Satan himself will transform himself into the angel of light to try to put you down. അല്ലേ, രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ നല്ല സുന്ദര കൂട്ടപ്പന്റെ വേഷമൊക്കെ ധരിച്ച് രാത്രി വന്നിട്ട് പറയും, ഞാൻ നിന്നെ അനുകരിക്കാൻ പോകുന്നു, ആ നാട്ടിലെ 10 ഏക്കർ തോട്ടം ഞാൻ നിനക്ക് വേണ്ടി തരാൻ പോകുകയാണ്. അല്ലേ, In night when you are sleeping, he will dress himself very nicely in the light form and tell that I will bless you, I am going to give you 10 acres of land in the next place. നല്ല വെളുത്തൊരു കുത്തി വന്ന് പറയാ, രാത്രി പറയാണ്, നിന്റെ ആ കമ്പനിയിലെ ജോലിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നു, ആ കമ്പനിയുടെ ഉന്നതമായ മേഖലയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്.
Whatever problems you are experiencing in your present company, I'm going to give you solution. I will take you to the greatest position. ലൂക്കോസിൽ പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ ഉന്നതരായതൊക്കെയും ദൈവത്തിന് ആറപ്പുള്ളതത്രേ. In the Gospel of Luke, it is told that whatever is great among the people of it is angry for God. മരുഭൂമികളിൽ വെറുതെ രക്തം വേർപ്പാക്കി കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കളെ ലോകത്തിന്റെ ഉജ്ജ്വലമായ മേഖലയിൽ കയറ്റിയിരുത്തിട്ട് അവിടെ കർത്താവിന്റെ വേല ചെയ്യട്ടെ എന്നുള്ള ആ പ്രേരണ നൽകുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവാണോ അതോ മറ്റേതെങ്കിലും ആത്മാവാണോ എന്ന് നിങ്ങൾ ചോദന കഴിക്കണം. You need to really examine your life after suffering so much and getting all the salary and sending your children abroad, telling that they would do the ministry. Is it the right spirit? സ്വർഗസ്ഥനതയിൽ സ്ഥിരമായിരിക്കുന്ന ഏതെങ്കിലും ഒരു തിരുവഴുത്തിന്റെ വ്യവസ്ഥയെ തെറ്റിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe that God will break any covenant that has been written in the heaven for you in this earth? ശ്രദ്ധിക്കൂ, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് ആറപ്പുള്ളതത്രേ. What is great among the men or the people of this earth is hated by God. രാത്രി ദൂതനെ പോലെ വേഷം കെട്ടി ഇവൻ വെളിച്ചതൂതനെ വേഷം കെട്ടി വീട്ടിൽ വന്ന് കയറുന്നുണ്ടല്ലോ, ഇവനെ നമുക്കിത് ദൈവപുത്രനാണോ ഇത് പിശാചാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിനാൽ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കണം. We need to get the clear revelation of Jesus Christ in your life, that when devil tries to transform and come in the angel of light, we will be able to distinguish him. സത്യവും നിർമ്മലവുമായ തിരുവഴുത്തുകളിലൂടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിയവന്റെ മുമ്പിൽ വേഷം കിട്ടി ഏവനെങ്കിലും ഇറങ്ങി വന്നാൽ അവനെ ശാസിച്ച് പുറത്താക്കുന്ന ആത്മാവിന്റെ പ്രവൃത്തിയാണ് അവന്റെ ഉള്ളിൽ വെളിപ്പാടായി കർത്താവ് കൊടുക്കുന്നത്. If you try to get the revelation of Jesus Christ, you will understand the people who have come in the costume of devil and trying to deceive you. ദൈവരാജ്യത്തിന് നിർമ്മലമായ പ്രമാണത്തിനും ദൈവത്തിനും വിരുദ്ധമായ ഏതെങ്കിലും ആലോചനകളോ ഏതെങ്കിലും പ്രവചനങ്ങളോ ഏതെങ്കിലും തന്ത്രങ്ങളോ ഇമ്മാതിരി വെളിപ്പെട്ട് വരുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിന്റെ നിർമ്മലമായ വെളിപ്പാട് ഏറ്റുവാങ്ങി അവറ്റകളെ അളതി കൽപ്പിച്ച് ക്രൂശിന്റെ മഹാദൗത്യം പൂർത്തീകരിച്ച് വല്ലവിധേനയും അങ്ങോട്ട് പ്രവേശിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഉത്സാഹിപ്പീൻ. You should not deviate away from the mission of the cross of Calvary that has been accomplished to your life by just going behind the prophecies of your material blessings. ഭൂമിയിൽ രണ്ട് വ്യവസ്ഥകളാണ്, ഒന്ന് ദൈവരാജ്യം, രണ്ട് ലോകരാജ്യം. The two main ways of the things, one is the kingdom of God and one is kingdom of earth. പരസ്പര വിരുദ്ധവും പരസ്പര വൈരികളുമായ രണ്ട് വ്യവസ്ഥകൾ. Something which is totally different and in two ways. ഉൽപ്പത്തി 1:4 വായിക്കുമ്പോൾ വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. When we read Genesis 1:4, God saw it was light was good. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. God gave a difference between light and darkness. ഇരുളും വെളിച്ചവും. Light and darkness. ഇത് നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത്. This should happen in our life. ഇരുളും വെളിച്ചവും നമ്മുടെ ഉള്ളിലുണ്ട്. Light is in our life. ജഡത്തിന്റെ പ്രമാണം, ആത്മാവിന്റെ പ്രമാണം. The word of flesh and the word of spirit. ദൈവം ഇരുളിനെയും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചതുപോലെ നിർമ്മലമായ ഇരുവാഴ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ വചനത്താൽ തന്നെ ഇവറ്റകളെ രണ്ടായിട്ട് വലിച്ചു കീറണം. Through the sword of the word of God and spirit, you need to separate the light and darkness in your heart. 2 Corinthians 4:4. 2 Corinthians 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി. Whose minds the God of this age is blinded, who do not believe, lest the light of the gospel of the glory of God, who is the image of God, should shine on them. ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രകാശനം ഉള്ളിൽ ശോഭിക്കാതിരിപ്പാൻ ആയിരക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയദൃഷ്ടിയെ പിശാച് ഇന്നും കുരുടാക്കി വെച്ചിരിക്കുകയാണ്. The devil has blinded the eyes of the people in such a way that the light of the gospel and glory of Christ is not shown. എന്നാൽ ദൈവം എന്ത് ചെയ്തു പറയുള്ളവരെ? Then what God did? അതിന്റെ 6ാമത്തെ വാക്യം, The 6th verse. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിപ്പിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. For it is God who commanded the light to shine out of darkness, who has shown in our hearts to give the light. യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം
വിജ്ഞാനത്തെ നമ്മുടെ ഉള്ളിൽ വിളങ്ങിക്കേണ്ടതിന് അത് പ്രകാശിപ്പിക്കുവാനായിട്ടിടയായി. It has to be shown in our life in such a way that the revelation of Jesus Christ will be revealed through our life. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. From the darkness, light has to be revealed. ഇരുട്ടിലേക്ക് ചെന്ന് പ്രകാശിക്കുകയല്ല, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. Not the light into darkness, but from darkness to light. ലോകത്തിന്റെ വ്യവസ്ഥകളാൽ, പൈശാചിക തന്ത്രങ്ങളാൽ നിന്റെ ഉള്ളറകൾ ഇരുളായിരുന്നാലും അതിന്റെ അകത്ത് നിന്ന് പ്രകാശത്തെ പുറപ്പെടുവിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാത്രികാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. If you are in the darkness of the world and if your heart is full of darkness, from the darkness light has to be shown that the glory of God will shine upon you. രാത്രി നിങ്ങൾ ആയിരിക്കുന്ന മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സർവശക്തനായ ദൈവം ഇരുളായി തീർന്ന നിങ്ങളുടെ ഉള്ളറകളിലേക്ക് ആ പ്രകാശം ഇരുട്ടിന്റെ അകത്ത് നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾക്ക് വെളിച്ചം നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് ആലോചനയുണ്ട്. This night, as you are in a room and listening to this word, from your heart itself, from the darkness, the light will be shown out and the glory of God will be അത് shining. ദൈവത്തിന്റെ കഴിവെന്ന് നിങ്ങൾ എത്ര പേര് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു? How many of you believe that it is possible by God to transform the darkness into light in your life? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്തോത്രത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ടാട്ടെ. Are you receiving it in the mighty name of Jesus, the word? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വായ്കൾ തുറന്ന് കൽപ്പിച്ച് ആ ദൈവിക വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രകാശിപ്പിക്കുവാൻ വേണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. Submit yourself in such a way that you submit yourself in the presence of God in the name of Jesus and just ബഹുവിധമായ മാനസിക ശാരീരിക സംഘർഷങ്ങളിലൂടെ ആത്മീക തേജസ്സിനെ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ ഇരുട്ടാക്കി വെച്ചിരിക്കുന്ന ആ അന്ധകാരത്തിന്റെ അകത്ത് നിന്ന് തന്നെ പ്രകാശത്തെ ഉടലെടുപ്പിച്ച് ദൈവത്തിന്റെ ഗീതം പൂർത്തീകരിക്കാൻ കാരണം അവൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയമുള്ളവർ, our God is faithful to deliver you out from your mind depression and all the turmoils and problems and sufferings and shine the light through the darkness in your life. യെശയ്യാ 60:2 Isaiah 62. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാണ്. Isaiah 62 says, "For behold, the darkness shall cover the earth, and gross darkness the people, but the Lord shall arise upon thee, and his glory shall be seen upon thee." നിന്റെ മേലോ യഹോവ ഉദിക്കും, അത് നിന്നിൽ യാഥാർത്ഥ്യമാകണം. The Lord will rise over you and that has to be accomplished in your life. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും, അതും നമ്മിൽ യാഥാർത്ഥ്യമാകണം. The glory of God will be seen upon you. അതിന് ഹൃദയം ഗുണമുള്ള നല്ല നിലമാകണം. പ്രിയമുള്ളവരെ, For that your heart has to be a good platform and place. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ കിട്ടുന്ന വചനമാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമായി മാറുന്നത്. A word that is sown in a good heart only will become life and light. പഴയ നിയമം കല്ലിൽ എഴുതി, പുതിയ നിയമം ഉള്ളിൽ എഴുതി. The Old Testament, the law was written in a tablet or stone, and the New Testament it is into heart. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീതിമാനായ ദൈവത്തിന്റെ മഹിമയിലുള്ള പ്രവൃത്തിക്ക് വേണ്ടി വിധേയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. The Holy Spirit is telling very clearly this night, submit yourself in the presence of God and surrender yourself to the Spirit to understand the revelation of the word of God. ക്രൂശിന്റെ നിന്ന വഹിച്ചുകൊണ്ട് നിങ്ങൾ പാളയത്തിന്റെ പുറത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ കർത്താവ് ആ നിന്നയെല്ലാം പിടിച്ച് ദൂരെ എറിഞ്ഞിട്ട് അവന്റെ രക്തം കൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിക്കും. If you are coming out of the tent with the burden from the cross of Calvary, God will receive you and sanctify you with his blood. ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ക്രൂശിന്റെ ദൗത്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഉയർപ്പിന്റെ ജീവനിൽ ഈ ഭൂമിയിൽ തന്നെ അവനോടുകൂടെ തേജസ്സിലുള്ള ഒരു യാത്ര ഈ ഭൂമിയിലുണ്ട്. When you finish the mission on this earth with the cross of the Calvary, and you will be taken up along with Jesus Christ for the next mission. ആ യാത്ര ഉന്നതമാണ്. That journey is eternal. അവിടെ ഞാൻ മരിച്ചു, എന്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. I am dead, but my life in the Spirit is along with God. ആ യാത്രയിൽ എനിക്കായിട്ട് ഒന്നും ദൈവത്തോട് ചോദിക്കുവാനായിട്ടില്ല. In that journey, I have nothing of myself to ask God. അത് ഞാൻ വെറും പാത്രം, I am just a vessel. ഞാൻ വെറും ഒരു ശരീരം. I am just a body. എന്റെ പ്രിയൻ എന്റെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. My God will live inside of my body and his will be revealed through my life.
ആ ഉന്നതമായ ആത്മീയ വ്യവസ്ഥയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? How many of you are interested to step into that covenant with God? ആ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നതും കൂടെ നഷ്ടപ്പെട്ടു പോകുവാനിടയുണ്ട്. If you are with that passionate also, do not miss this opportunity of saying no. യോഗ്യത ഉണ്ടായിട്ടും നിങ്ങളുടെ മക്കളെ ജോലി സ്ഥലത്ത് നിന്നും കാരണം കൂടാതെ തള്ളിക്കളഞ്ഞു എന്ന് വരാം. Even if your child is well educated and with qualified also, he might be put out from his company. ഒരുപക്ഷെ ഗൾഫ് രാജ്യത്തു നിന്നും വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. It can be situations in their life where they will come empty handed. എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഉടുവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നാലും ഇതും കൊണ്ടേ വരാവൂ. Even if you have lost everything in a foreign country, do not leave your Bible, come with the Bible. സ്നേഹിക്കുവാൻ കൊള്ളാകുന്നവൻ, ചാരുവാൻ കൊള്ളാകുന്നവൻ, പിൻപറ്റുവാൻ കൊള്ളാകുന്നവൻ, Something you can reside upon, totally trust upon. ആശ വയ്ക്കുവാൻ കൊള്ളാകുന്നവൻ, You can put your trust upon. അവിശ്വസനീയമായ പാതകളിലൂടെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഈ രാജാവിനെ മുറുകെ പിടിക്കുവാൻ ആത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. The Spirit of God is enlightening you to trust in this God who will take you to glory and glory. ലോകത്തിന്റെ മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. Do not be entangled into the worldly pleasures. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാം പ്രമാണ ലംഘകരായി തീർന്നാൽ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കപ്പെടും എന്നുള്ള കാര്യം മറന്നു പോകരുത് പ്രിയമുള്ളവരെ. We should not forget that if you are telling and proclaiming about Abraham's blessing, we will be just killed and put down. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഏത് വിധമായി നിന്ദകൾ അനുഭവിക്കേണ്ടി വന്നാലും അവിടെ നിന്ന് നിങ്ങൾ ഉണ്ടയിട്ട് പോകുവാൻ നിങ്ങളെ ഇടയാക്കരുത് പ്രിയമുള്ളവരെ. In your present place where you are residing right now, no matter what shame and tribulation you undergo, do not leave it and go. നിങ്ങൾ പാർക്കുന്ന ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ക്രൂശിന്റെ ദൗത്യം പൂർത്തീകരിക്കുവോളം ആ അപമാനത്തെ നിങ്ങൾ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കണം. In your present place where you are, do not lose your mission of the cross of Calvary, but put aside all the tribulation and problems. ഈ ദൈവസഭ ദൈവരാജ്യത്തിന്റെ ഉന്നതമായ പൈതൃകം കാത്തു സൂക്ഷിച്ച് ഈ സ്വർഗീയമായ ക്രൂശിന്റെ വെളിപ്പാട് ഏറ്റുവാങ്ങി നിങ്ങൾ നിമിത്തം അനേക തലമുറകൾ മാതൃകാ വക്താക്കളായി പൂർവ്വകാലത്തിൽ വെളിപ്പെടുത്തിയ അപ്പോസ്തലന്മാരുടെ നാം വെളിപ്പെട്ട് കാണുന്ന ആത്മീയ ദർശനം ഏറ്റുവാങ്ങി ലോകം ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട് നീതിസ്വരൂപനായ ദൈവത്തിന്റെ പവിത്രതമാകുന്ന ഈ വ്യവസ്ഥകളെ പാലിക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടം തലമുറ നിങ്ങളിൽ നിന്നും പുറപ്പെട്ടു വരുമാറാകട്ടെ. Let a generation come out from the Tammy Abu Dhabi Church who would receive the ultimate with the mission of the kingdom of God and move forward with the word of God. കണ്ണുകൊണ്ട് കാണുന്നതിലും കാതുകൊണ്ട് കേൾക്കുന്നതിലും നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. What you see with your eyes and what you hear with your ear, do not put your attention into that. അതിന്റെ അപ്പുറം മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക യാഥാർത്ഥ്യമുണ്ട്. There is a deep revelation that is hidden inside of it. അത് മനസ്സിലാക്കി മുൻപോട്ട് ചുവടുകൾ വയ്പ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. Let the Holy Spirit enable you so that you can put steps forward for that. അതുകൊണ്ട് ഗലീലയിൽ നിന്നും വട്ടം കറങ്ങി നിൽക്കാതെ ക്രൂശിന്റെ ദൗത്യം ഏറ്റുവാങ്ങി അവന്റെ പിൻപാലെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ആത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. So don't roam around in Galilee, but take up the mission of the cross of Calvary. The Holy Spirit is enlightening you in that. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയിൽ ഈ ക്രൂശിന്റെ മഹാദൗത്യം ഏറ്റുവാങ്ങി നമ്മുടെ ശരീരം കൊണ്ട് പൂരിപ്പിക്കുവാനുള്ള ദൈവിക ദൗത്യത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സുകളെ ഉറപ്പിക്കുകയും Trust your heart and firm your heart and stabilize your heart so that you will get the revelation of Jesus Christ. അവന്റെ ആരോഹണ കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ അവന്റെ മനസ്സിനെ ഉറപ്പിച്ചു. And after this, his heart was strengthened to move after this to Jerusalem. ജഡത്തിൽ ശേഷിക്കുന്ന ഈ പ്രവാസ കാലത്തിൽ ക്രൂശിന്റെ മഹാദൗത്യം പൂർത്തീകരിക്കേണ്ടതിന് നിങ്ങളുടെ മനസ്സുകളെ ഒരുക്കുകയും. You have to prepare your mind and heart to undergo the tribulation in your journey on this earth. ദൈവരാജ്യത്തിന്റെ ഉന്നതമായ വെളിപ്പാടുകൾ ദൈവസഭയിൽ ദൈവം തലമുറകൾക്ക് നൽകുമാറാകട്ടെ. Let God give the revelation of the kingdom of God to different generations. ഒരു ദിവസം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Let us close our eyes and pray. നിങ്ങളായിരിക്കുന്നിടത്ത് ഹൃദയപൂർവ്വം സമർപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അപ്പൊ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന് ഉന്നതമായ ദൈവിക വെളിപ്പാടുകൾ ഈ ജനത്തിനായി തുറന്നു വരുമാറാകട്ടെ. ദൈവസഭയുടെ സ്വതന്ത്രമായ ആത്മീയ നടത്തിപ്പുകൾക്കെതിരെ അങ്ങിങ്ങായി തടസ്സബാധ ഉന്നയിച്ചുകൊണ്ട് കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിൽ പെട്ടുവിടുന്നു പോകുന്ന അളവിൽ ആത്മാവിൽ നായകന്മാരായവരുടെ മാനസിക ബലത്തെ കെടുത്തിക്കളയും വിധത്തിൽ ദൈവസഭയുടെ സുഗമമായ ആത്മീയ
നടത്തിപ്പുകൾക്ക് എതിരെ ബലഹീനരായവരിൽ കർത്തൃത്വം നടത്തി ഐക്യതകളെ തുലയ്ക്കുവാൻ ശ്രമിക്കുന്ന ഇരുളിന്റെ ശക്തികൾ, ദൂരം വഴിയായി സഞ്ചരിച്ചു വരുന്ന ഫോൺ കോളുകളിലൂടെ മനുഷ്യരുടെ ഇടപെടലുകൾ നിമിത്തം സമ്മർദ്ദം വരുത്തി സുഗമമായ ആത്മീയ ശുശ്രൂഷകൾക്ക് തടസ്സം ഉന്നയിക്കുന്ന അന്യായ വ്യാപാര ശക്തികൾ, ഭാരതഭാഷ്യങ്ങളെ അറുത്തുവിട്ട് പാതള വേറെ ശക്തികളെ ഛിന്നഭിന്നമാക്കിയ നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാവുകൾ ദൈവസഭയുടെ ആത്മീക നടത്തിപ്പുകൾക്കെതിരെ, ദൈവിക വെളിപ്പാടുകൾക്കെതിരെ അങ്ങിങ്ങ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന വ്യാപാര ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ ശാസിച്ചു പുറത്താക്കുകയാണ്. ഭയത്തിൽ ബന്ധിതരായി, ഭീതിയിൽ വട്ടം കറക്കി, ഉള്ളിലെ വചനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യിപ്പിക്കുമാർ, ആത്മീക പോരാട്ടത്തിൽ നിന്ന് ഒരു പരിധിവരെ പിന്തിരിപ്പിച്ചു നിർത്തുമാർ, മുൻപോട്ടുള്ള ആത്മീക നടത്തിപ്പുകൾക്കെതിരെ വിലങ്ങ് തടിയായി നിൽക്കുന്ന പാർവതമേ നീ സമഭൂമിയായി തീരും. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ ആത്മീകമായ ഉണർവിനും ആത്മീകമായ ഉയർച്ചയ്ക്കും ഹേതുവായി തടസ്സം നിൽക്കുന്ന അന്യായ ബന്ധനങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവറ്റകളെ ഞാൻ ശാസിച്ച് അതിനുമേൽ ജയം പ്രഖ്യാപിക്കുകയാണ്. സ്റ്റഡിയായി ആത്മീകമായ ഏകപക്ഷീയമായി ക്രിസ്തുവിന്റെ വെളിപ്പാട് നിൽക്കുവാൻ കഴിയാതെ പലവിധമായ തലയിലെ ജ്ഞാനങ്ങളിലൂടെ ആശയങ്ങളെ വികലമാക്കി തീർത്ത് ദൈവിക വെളിപ്പാടിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യിപ്പിച്ച് ജനത്തിന്റെ ആത്മീക ഐക്യതകളെ താറുമാറാക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുകയാകുന്നു. നിത്യനായ ദൈവത്തിന്റെ കൃപ ഈ തലമുറയിൽ ആശ്വാസമായി വെളിപ്പെട്ടു വരികയും ആ നീതിയാൽ ഈ ജനം ആത്മാവിൽ ബലപ്പെടേണ്ടതിന് കർത്താവ് കൃപ നൽകി സഹായിക്കുകയും ചെയ്തട്ടെ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിത്യനായ ദൈവത്തിന്റെ കൃപ ധാരാളമായി നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ് കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ടാമി ദൈവസഭ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മുൻപോട്ട് പോകരുത്. നിങ്ങളെ ഭയപ്പെടുത്തുന്നു. പലരെയും മുൻനിരയിൽ നിൽക്കുന്ന സേനാ നായകന്മാരുടെ മനോവീര്യത്തെ കെടുത്തിക്കളയുന്ന ദുർവാർത്തകൾ ചില മേഖലയിൽ യുദ്ധം ചെയ്യുവാൻ കഴിയാതെ നിങ്ങളെ ഭയത്തോടെ പിന്തിരിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിവേളയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാനസികമായ അടിത്തറകളിൽ വിള്ളൽ വരുത്തി വചനത്തിലെ വിശ്വാസത്തെ ചോദ്യം ഉന്നയിപ്പിച്ച് ബലത്തെ ചൂഴ്ന്നുകളയുന്ന അന്യായ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ഞാൻ ജയം പ്രഖ്യാപിക്കുകയാണ്. കഹത്യന്മാരെ പോലെ ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാനായിട്ട് പോകുകയാണ്. ആലയത്തിന്റെ ശുദ്ധീകരണ ദൗത്യം ഏറ്റെടുത്ത് ദൈവിക നീതി പുനഃസ്ഥാപിക്കപ്പെട്ടതുപോലെ കഹത്യന്മാരെ ചിലരെ കർത്താവ് ഒരുക്കി മുൻപോട്ട് കൊണ്ടുവരുവാനായിട്ട് പോകുകയാണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനമായി ചിലരെ നിലനിർത്തിക്കൊണ്ട് വഴിയരികിൽ അർത്ഥപ്രാണ അവസ്ഥയിൽ കിടക്കുന്നവരെ ശുശ്രൂഷിച്ച് ദൈവിക സത്രത്തിൽ കൊണ്ട് ഉദവി ചെയ്യുന്ന ആത്മീക ശുശ്രൂഷ ദൗത്യം ദൈവിക വെളിപ്പാടായി ദൈവസഭയിൽ നൽകുകയും ചില യോദ്ധാക്കളായ പുരുഷന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവസഭയ്ക്ക് ദൈവം പൂർവ്വകാലം മുതൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക ആലോചനകളുടെ നിവർത്തീകരണം ഈ തലമുറയിൽ കൺകുളിർക്കെ ദർശിക്കുന്ന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നുവെന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവസരം നൽകിയ ശ്രേഷ്ഠ ദൈവദാസനും കുടുംബത്തിനും ദൈവസഭയ്ക്കും നന്ദി. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. ഈ വചനം വളരെ ആത്മനിറവിൽ പരിഭാഷപ്പെടുത്തിയ അനുഗ്രഹീതനായ ദേവദാസൻ പാസ്റ്റർ പ്രിയ മകൻ ബിജോയ് ജോർജിനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.